ഒത്തിരി ബഹുമാനപ്പെട്ട ഗിരിഗിരിച്ച, പ്രിയപ്പെട്ട ജേസൺ സർ, ജൂലിൻ സർ, ഇന്നത്തെ നമ്മുടെ KRLCBCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന രണ്ടാമത്തെ പ്രസംഗ പരിശീലന നേതൃത്വ പരിശീലന സെഷന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി പ്രാർത്ഥനാ ഗാനം ആലപിക്കുവാനായി അലീഷയെ ക്ഷണിച്ചുകൊള്ളു. മണിക്കോവിലിൽ ഗാനങ്ങൾ നാവിനാലങ്ങ് സ്നേഹസംഗീതം പാടുന്നു. നിൻ പ്രകാശത്തിൽ രശ്മിയാലെന്റെ അന്ധകാരമകറ്റണേ. നിൻ പ്രകാശത്തിൽ രശ്മിയാലെന്റെ അന്ധകാരമകറ്റണേ. നിന്റെ ചൈതന്യ ശോഭയാലുള്ള സുന്ദരമാക്കി തീർക്കണേ, സുന്ദരമാക്കി തീർക്കണേ. പാവനാത്മാവേ നീ വരേണമേ, മാനസാമണി കോവിലിൽ നായഗാനങ്ങൾ നാവിനാലങ്ങ് സ്നേഹസംഗീതം പാടുന്നു. അടുത്തതായി സ്വാഗത പ്രസംഗത്തിനായി ആൻദീബ മോബിസിനെ ക്ഷണിക്കുന്നു. ആൻഡീബ മ്യൂട്ടാണ്. സ്തുതിയായിരിക്കട്ടെ. എത്രയും ബഹുമാനപ്പെട്ട KRLCBC എഡ്യൂക്കേഷൻ കമ്മീഷൻ ചെയർമാൻ മോസ്റ്റ് റവറൻഡ് ഡോക്ടർ ആന്റണി കാട്ടുപറമ്പിൽ പിതാവെ, ഏറ്റവും സ്നേഹത്തോടെ കയ്യടികളോടെ ഈ ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. KRLCBC എഡ്യൂക്കേഷൻ കമ്മീഷൻ ജനറൽ സെക്രട്ടറി ആൽബിൻ ഗ്രിഗറി അച്ഛനെ നിറഞ്ഞ കൈകളോടെ സ്വാഗതം ആശംസിക്കുന്നു. KRLCBC എഡ്യൂക്കേഷൻ കമ്മീഷൻ അസോസിയേറ്റ് സെക്രട്ടറി ജെയ്സൺ ആദംപള്ളി നിറഞ്ഞ കൈകളോടെ സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നയിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന ഗിർഗറി ആൽബിൻ അച്ഛനെ പുഞ്ചിരികളോടെ നിറഞ്ഞ കൈകളോടെ സ്വാഗതം ആശംസിക്കുന്നു. KRLCBC പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് ലീഡർഷിപ്പ് ട്രെയിനിങ് അക്കാദമി ഡയറക്ടർ ജൂലിയൻ ജെയിംസ് സാറിനെ നിറഞ്ഞ കൈകളോടെ സ്വാഗതം ആശംസിക്കുന്നു. ഇതോടൊപ്പം ഈ പ്രവർത്തനങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതിനും വേണ്ടി നിയമിക്കപ്പെട്ടിരിക്കുന്ന ചീഫ് ആനിമേറ്റേഴ്സ് ആൻഡ് കോർഡിനേറ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, ഈ സെക്ഷനിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ വിഷയത്തിൽ നമ്മെ നയിക്കാനെത്തുന്ന സെയിന്റ് ജോസഫ് പോൺഫിഷ്യൽ സെമിനാരി ആലുവയിലെ ഡീൻ ആയി പ്രവർത്തിക്കുന്ന ഫാദർ ഗ്രിഗറി അച്ഛനെ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ വിഷയം ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രസംഗത്തിന്റെ ഘടനയും ഉള്ളടക്കവും എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു പ്രസംഗം സംവിധാനം ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് അതിന്റെ ഉള്ളടക്കം എന്തൊക്കെയായിരിക്കണം എന്നതിനെ കുറിച്ചാണ് നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഒരു പ്രസംഗം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഒത്തിരിയധികം ഒരുക്കം ആവശ്യമുള്ള കാര്യമാണെന്ന് കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി. അതിന്റെ ഒരു തുടർച്ചയായ രീതിയിൽ ആദ്യം നമുക്ക് പ്രസംഗിക്കാൻ ഒരു അവസരം കിട്ടുമെന്ന് വിചാരിക്കാം. അപ്പോൾ ആ അവസരം കിട്ടുമ്പോൾ എന്താണ് വിഷയം, എന്താണ് അവസരം എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകണം. ഏതൊരു സാഹചര്യത്തിലും പ്രസംഗിക്കാൻ നമ്മൾ വിളിക്കപ്പെടുമ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ എന്താണ് അതിന്റെ കോണ്ടസ്റ്റ്, ഏതൊരു പ്രസംഗ സാഹചര്യത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെടുന്നത് എന്ന കാര്യം ഓർമ്മ വേണം. അപ്പൊ അങ്ങനെയുള്ള ഓർമ്മയോടുകൂടി പോയി കഴിയുമ്പോൾ എന്താണ് പ്രസംഗിക്കേണ്ടതെന്നതിനെ കുറിച്ച് വ്യക്തത ഉണ്ടാകും. എന്താണ് വ്യക്തത ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ പറഞ്ഞു പിടിപ്പിക്കുവാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ എന്റെ മുൻപിലിരിക്കുന്ന ഓഡിയൻസ് ആരാണ് എന്റെ പ്രസംഗം കേൾക്കുന്നത്, ഈ ഒരു 3 കാര്യങ്ങളെ കുറിച്ച് അറിയാതെ ഒരിക്കലും പ്രസംഗിക്കാൻ വേണ്ടി പോകരുത്. അപ്പൊ ആദ്യം എന്താണ് അതിന്റെ കോണ്ടസ്റ്റ് എന്ന് മനസ്സിലാക്കുക, ആരാണ് പ്രസംഗം കേൾക്കുവാൻ വേണ്ടി വരുന്നതെന്ന് മനസ്സിലാക്കുക,
എന്താണ് ഞാൻ പറയേണ്ടതെന്നുള്ള വ്യക്തത ഉണ്ടാകുക. ഈ 3 കാര്യങ്ങളോടുകൂടി മാത്രമേ പ്രസംഗിക്കാൻ വേണ്ടി പോകാവൂ. അപ്പൊ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ആ പ്രസംഗത്തിന്റെ വിഷയം കിട്ടിക്കഴിഞ്ഞാൽ, എന്താണ് വിഷയം നമുക്ക് തന്നു വിചാരിക്കുക, അല്ലെങ്കിൽ ആ ഒരു കോണ്ടസ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ പരമാവധി കളക്ട് ചെയ്യുക. നമുക്ക് ഏതൊരു പ്രസംഗവും വളരെ ക്രമമായിട്ടും അടുക്കും ചിട്ടയോടും കൂടി അവതരിപ്പിക്കാൻ കഴിയണമെങ്കിൽ അതിന് ആശയങ്ങൾ ഉണ്ടാകണം. ആശയങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രസംഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളുടെ അടുത്ത് നിങ്ങളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ പലരും 1 മിനിറ്റിലൊക്കെയാണ് പ്രസംഗിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഒരു 5 മിനിറ്റ് പ്രസംഗിക്കുവാൻ പറ്റുന്ന രീതിയിൽ എന്നെക്കുറിച്ച് തന്നെ കുറെ മാറ്റർ ഞാൻ സംഘടിപ്പിക്കണം. അപ്പൊ പ്രസംഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് എന്തെല്ലാം എന്നെക്കുറിച്ച് പറയാൻ പറ്റുമോ അതെല്ലാം ഞാൻ ശേഖരിക്കണം. അപ്പൊ പരമാവധി അതുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ ശേഖരിച്ചുകൊണ്ട് മാത്രമേ ആ ഒരു പ്രസംഗത്തിലേക്ക് പോവുള്ളൂ. അപ്പോൾ ആദ്യം പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് നമുക്ക് എവിടെ നിന്നെല്ലാം ആശയങ്ങൾ കിട്ടുമെന്നതിനെ കുറിച്ചാണ്. പണ്ടൊക്കെ ആണെങ്കിലും നമ്മൾ എൻസൈക്ലോപീഡിയ നോക്കിയിട്ടാണ് ആശയങ്ങൾ ശേഖരിച്ചിരുന്നത്. ഇന്ന് നമുക്ക് ഗൂഗിളിലൂടെ ഒന്ന് തപ്പി നോക്കിയാലോ അല്ലെങ്കിൽ ആരടുത്തൊക്കെ ചോദിച്ചാലോ ഒക്കെ ഇഷ്ടംപോലെ മാറ്റർ കിട്ടും. മാറ്ററൊക്കെ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് വിഷയം ദാരിദ്ര്യം ഇന്ന് വളരെ കുറവാണ്. ഇന്നത്തെ ഒരു ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിൽ നമുക്ക് വിഷയങ്ങൾ കണ്ടെത്താൻ പറ്റും. അപ്പൊ വിഷയങ്ങൾ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ കണ്ടെത്തി കഴിയുമ്പോൾ ആ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ആശയങ്ങളെ ക്രമപ്പെടുത്തണം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല. നമുക്ക് പ്രധാനപ്പെട്ടതാണെന്നും നമ്മളെ കേൾക്കുന്നവർക്ക് പ്രയോജനപ്രദമാണെന്നും തോന്നുന്ന കാര്യങ്ങൾ മാത്രം ക്രമപ്പെടുത്തി പറയാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. അപ്പൊ അതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ എന്താണ് സാഹചര്യം എന്ന് മനസ്സിലാക്കുക. ആ സാഹചര്യത്തിനനുസരിച്ച് എന്താണ് ഞാൻ പറയേണ്ടതെന്നതിനെ കുറിച്ച് വ്യക്തത ഉണ്ടാകുക. ആ വ്യക്തതയ്ക്കനുസരിച്ച് ക്രമപ്പെടുത്തുവാൻ വേണ്ടി പരിശ്രമിക്കുക. ഇതാണ് നമ്മൾ ആമുഖമായിട്ട് ആദ്യം എല്ലാ പ്രസംഗത്തിനും മുമ്പ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അതിന്റെ സംവിധാനത്തെ കുറിച്ച് ചിന്തിക്കാം. നമ്മൾ സാധാരണഗതിയിൽ ഒരു പ്രസംഗം എന്ന് പറയുന്നത് ഒരു വീട് വയ്ക്കുന്നത് പോലെ വളരെ ശ്രമകരമായ ഒരു പരിപാടിയായിട്ടാണ് കാണേണ്ടത്. അപ്പൊ നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്? ആദ്യം അതിനൊരു അടിസ്ഥാനം ഉണ്ടാകണം. അത് കഴിഞ്ഞിട്ട് അതിന്റെ തൂണുകൾ ക്രമപ്പെടുത്തണം. ഇപ്പൊ ആ തൂണുകൾക്ക് മേൽ നിൽക്കത്തക്ക രീതിയിൽ മേൽക്കൂര ഉണ്ടാകണം. ഇത് 3ആണല്ലോ ഒരു വീടിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ അപ്പൊ ആ ഒരു വീട് വയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തെല്ലാം ശ്രമങ്ങളാണ് നടത്തുന്നത് അറിയാമല്ലോ. ഒരു അതിനെ സംബന്ധിച്ചുള്ള ഒരു പടം വരയ്ക്കുകയും പടം വരച്ചുകൊണ്ട് അതിനെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അതിന്റെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള എത്ര മുറികൾ വേണം, അതിന്റെ ഘടന എങ്ങനെയായിരിക്കണം, അതിന്റെ മുൻഭാഗം എങ്ങനെയായിരിക്കണം, പിൻഭാഗം എന്തായിരിക്കണം, അതെങ്ങോട്ട് തിരിഞ്ഞായിരിക്കണം, ഇതൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ആർക്കിടെക്റ്റായിട്ട് നമ്മൾ പറയുന്ന ആൾ വരച്ചു തരും. അങ്ങനെ വരച്ച് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അത് മോഡിഫൈ ചെയ്ത് വരച്ചു കഴിഞ്ഞിട്ടാണ് നമ്മളൊരു കോൺട്രാക്ടറെ സമീപിക്കുന്നത്. അപ്പൊ കോൺട്രാക്ടർ നമ്മൾ ഈ ആശയം പറയുന്നു. ആശയം പറയുമ്പോൾ അദ്ദേഹം പറയും ഇത്ര രൂപ ഇതിനു വേണ്ടി ആകും, അതിനുവേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, ഇത്ര ജോലിക്കാർ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു തരും. അതിനുശേഷമാണ് നമ്മൾ പണി ചെയ്യാൻ വേണ്ടി ആരംഭിക്കുന്നത്. അതുപോലെ ഒരു പ്രസംഗം നമ്മൾ നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് വ്യക്തമായ ഒരു പ്ലാനോട് കൂടി മാത്രമേ പോകാവൂ. അപ്പൊ അതുകൊണ്ട് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്, അതേസമയം അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതുകൊണ്ട് ദൈവീയത പ്രസംഗത്തിന് പോകുമ്പോൾ ചുമ്മാ പോകരുത്. നമ്മൾ വളരെ വ്യക്തമായ ഒരുക്കത്തോടും ബോധ്യത്തോടും കൂടെ പോകാൻ വേണ്ടി പരിശ്രമിക്കണം. ഇനി അതില് വരുന്ന 3 കാര്യങ്ങൾ, പ്രസംഗത്തിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് അതിന്റെ ആമുഖം, രണ്ടാമത്തേത് പ്രസംഗത്തിന്റെ ഗാത്രം, മൂന്നാമത്തേത് ക്രോഡീകരണം. അപ്പൊ നമ്മള് മലയാളത്തിൽ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ, രണ്ടാമത് ബോഡി ഓഫ് ദ സ്പീച്ച്, മൂന്നാമത് കൺക്ലൂഷൻ. ഇത് 3ആണ് യാതൊരു പ്രസംഗത്തിന്റെയും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ആമുഖം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഭവനത്തിന് ഞാൻ കാര്യം പറഞ്ഞു. ആമുഖം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമാണ്. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തുകയാണ്. അപ്പൊ ഒരു വീട് നമ്മൾ വയ്ക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ല അടിസ്ഥാനം ഇട്ടില്ലെങ്കിൽ ആ വീട് പൊളിഞ്ഞു വീഴും. കാറ്റടിക്കുമ്പോഴോ മഴ പെയ്യുമ്പോഴോ ഒക്കെ ആ വീട് പൊളിഞ്ഞു വീഴും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഏതൊരു ഭവനവും പണി ചെയ്യുമ്പോൾ നല്ല അടിസ്ഥാനത്തോടത്തിലാണ് നമ്മൾ പണി ചെയ്യുന്നത്. അതുപോലെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ നല്ലൊരു ആമുഖം കൊടുത്തുകൊണ്ട് അതിന് അടിത്തറവാകണം. അടിത്തറവാകുമ്പോൾ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ കഴിയും. അപ്പൊ ഈ ഒരു പ്രസംഗത്തിന്റെ ആമുഖത്തിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തേത് അഭിവാദനം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പ്രസംഗം ആരംഭിക്കുകയാണ്. അപ്പൊ അതില് ആമുഖം എന്ന് പറയുന്ന ഭാഗത്ത് പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ വരും. ഒന്നാമത്തേത് അഭിവാദനം ചെയ്യുക. ഇപ്പൊ നമുക്ക് ഒരു പ്രസംഗം നടത്തുന്ന വേദിയിൽ ഉദാഹരണമായിട്ട് സാധാരണ ഒരു പ്രസംഗം എന്ന് പറയുമ്പോൾ ഒരു വേദിയിൽ നടക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ വേദിയിൽ സ്വാഭാവികമായിട്ടും അവിടെ അധ്യക്ഷൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടാകും, ഉദ്ഘാടകൻ എന്ന് പറയുന്ന ഒരാളുണ്ടാകും. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു പക്ഷേ പ്രധാനമായിട്ടും നമ്മളെ ഒരു ബെനഡിക്ടറി അഡ്രസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന ആളുണ്ടാകാം, അതല്ലെങ്കിൽ ആശംസ പ്രസംഗിക്കുന്ന ആളുണ്ടാകാം. ഇനി സ്വാഗതവും കൃതജ്ഞത ഇങ്ങനെയുള്ള ആൾക്കാർ ഉൾപ്പെടുന്നതാണ് ഒരു യോഗം എന്ന് പറയുന്നത്. അപ്പൊ ഈ യോഗത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ടും അഭിവാദനം ചെയ്യേണ്ടത് ആദ്യമായിട്ട്
അധ്യക്ഷനായിരിക്കുന്ന ആളാണ്. ആരാണോ ആ യോഗത്തിന്റെ അധ്യക്ഷൻ എന്ന് മനസ്സിലാക്കുക നേരത്തെ തന്നെ. അപ്പൊ ചില സമയങ്ങളിലൊക്കെ ഒരു പക്ഷേ പ്രധാനപ്പെട്ട ആളുകളാണെങ്കിൽ വരാൻ വൈകുമായിരിക്കും. എന്നിരുന്നാലും അധ്യക്ഷനെ നമ്മൾ അഭിസംബോധന ചെയ്തുകൊണ്ട് ആദ്യം അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യണം. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തതിനു ശേഷം നമ്മൾ ആ യോഗത്തിന്റെ ഉദ്ഘാടകനായിട്ടുള്ള അദ്ദേഹമാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട വ്യക്തി, അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യണം. അപ്പം ഈ അഭിസംബോധന ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് പേരും ആളുടെ എന്താണോ അയാളുടെ തസ്തിക എന്ന് മനസ്സിലാക്കി പറയാൻ വേണ്ടി പരിശ്രമിക്കുക. ചിലപ്പോൾ നമുക്ക് അത് അറിയില്ലെങ്കിൽ നേരത്തെ ഒന്ന് അതിന്റെ സംഘാടകരോട് ചോദിക്കുക, ആരാണ് അതിന്റെ അധ്യക്ഷൻ, ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്, ആരൊക്കെയാണ് അനുഗ്രഹ പ്രഭാഷകരായിട്ട് വരുന്നത്, ആരൊക്കെയാണ് ആശംസാ പ്രസംഗം നടത്തുന്നത്, ഇതൊക്കെ ഒന്ന് നേരത്തെ മനസ്സിലാക്കിയിട്ട് പോകും. അല്ലെങ്കിൽ അവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരു വിവരമില്ലാത്ത ആളുകളെ പോലെ ഒന്ന് നിൽക്കരുത്. നമ്മൾ ഒരു പ്രസംഗത്തിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മൾ ആരാണ് ആ യോഗത്തിന്റെ അധ്യക്ഷൻ, അദ്ദേഹത്തിന്റെ തസ്തിക എന്താണ്, അദ്ദേഹത്തെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടത്. ഉദാഹരണം സഭയുടേതാണെങ്കിൽ നമുക്കറിയാമല്ലോ, നമ്മൾ ഒരു ഇടവക വികാരിയെ അഭിസംബോധന ചെയ്യുമ്പോഴായിരിക്കില്ല നമ്മുടെ ഫൊറോന വികാരി അഭിസംബോധന ചെയ്യുന്നത്. രൂപതാധ്യക്ഷനെ അഭിസംബോധന ചെയ്യുമ്പോഴല്ല നമ്മളൊരു ആർച്ച് ബിഷപ്പിനെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പം ഓരോ വ്യക്തികൾക്കും നമുക്ക് പ്രത്യേകമായ ഒരു അഭിസംബോധന രീതിയുണ്ട്. അപ്പൊ ഒരു വികാരിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ബഹുമാനപ്പെട്ടെന്ന് പറഞ്ഞാൽ മതിയാകും. ഒരു ബിഷപ്പാകുമ്പോൾ എത്രയും ബഹുമാനപ്പെട്ടെന്ന് പറയേണ്ടി വരും. അങ്ങനെ ഇംഗ്ലീഷിലാണെങ്കിൽ അതിന് വ്യത്യസ്തമായ പേരുകളുണ്ട്. എന്നിരുന്നാലും മലയാളത്തിൽ ഇത് രണ്ട് പദങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. വികാരി അച്ഛനും മറ്റുമാണെങ്കിൽ സാധാരണ ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞാൽ മതിയാകും. മറിച്ച് ബിഷപ്പാണെങ്കിൽ എത്രയും ബഹുമാനപ്പെട്ട എന്ന് പറയണം. അപ്പൊ അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ ചുമ്മാ ബഹുമാനോടെന്ന് പറയുന്നേക്കാളും അല്പം കൂടെ ഒരു സ്റ്റാറ്റസ് കൂട്ടിക്കൊടുത്തുകൊണ്ടായിരിക്കണം ബിഷപ്പിനെ അഭിസംബോധന ചെയ്യേണ്ടത്. അപ്പൊ അദ്ദേഹത്തിന് ആദ്യം നമ്മൾ അഭിസംബോധന ചെയ്യുക. അപ്പൊ യോഗത്തിന് അധ്യക്ഷനായിരിക്കുന്ന ചിലപ്പോൾ ബിഷപ്പിനെയൊക്കെ നമുക്ക് പെരിയ ബഹുമാനപ്പെട്ട എന്ന് പറയാനും കുഴപ്പമില്ല. പണ്ടൊക്കെ അങ്ങനെ പറയുമായിരുന്നു. ഇപ്പൊ നമ്മൾ സാധാരണ പെരിയ എന്ന് പറയാനുള്ള തമിഴ് വാക്കായതുകൊണ്ട്. എന്നിരുന്നാലും അങ്ങനെ പറഞ്ഞാലും തിരക്കേടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ യോഗത്തിന്റെ ഉദ്ഘാടകൻ ആരാണോ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ ഈ യോഗത്തിന്റെ പ്രധാനപ്പെട്ട അടുത്ത സ്വാഭാവികമായിട്ട് ചില യോഗങ്ങളിലൊക്കെ അനുഗ്രഹ പ്രഭാഷകരുണ്ടാകും. കാരണം വലിയ യോഗങ്ങളൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഒത്തിരിയധികം അനുഗ്രഹ പ്രഭാഷണത്തിലുള്ള ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാകും. അപ്പൊ അനുഗ്രഹ പ്രഭാഷകരെ പറയുക, പിന്നീട് ആശംസാ പ്രസംഗരെ പറയുക. അപ്പൊ അത്രയും പേരെ നമ്മൾ അഭിസംബോധന ചെയ്യണം. ഇനി ചില സമയത്ത് നിങ്ങൾക്ക് ആശംസാ പ്രസംഗമാണെങ്കിൽ ഒരുപക്ഷെ സമയം കിട്ടിയില്ലെങ്കിൽ എല്ലാവരെയും പറഞ്ഞ് ഒരുപാട് വേദിയിൽ ഒത്തിരി ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവരെയും പറയണമെന്നില്ല. പ്രധാനപ്പെട്ട അധ്യക്ഷനെയും ഉദ്ഘാടകനെയും പറഞ്ഞിട്ട് മറ്റു വേദിയിലെ വിശിഷ്ടരായ അതിഥികളെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെ തുടങ്ങാം. പക്ഷെ എന്നിരുന്നാലും ആ വേദിയിരിക്കുന്നവരെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. യോഗത്തിന്റെ സ്വഭാവം അനുസരിച്ച് ഒരുപക്ഷെ നിങ്ങൾ അവസാനത്തെ പ്രസംഗനായിരിക്കാം. അപ്പൊ എല്ലാവരും അതുവരെ സംബോധന ചെയ്ത് കേട്ട് ക്ഷീണിച്ചിരിക്കുന്നുണ്ടാകാം. വീണ്ടും അത് പറയണമെന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട വ്യക്തികളെ മാത്രം, പ്രത്യേകിച്ച് അധ്യക്ഷനെയും ഉദ്ഘാടകനെയും അങ്ങനെ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് നിർത്തണം, അടുത്ത ഇതിലേക്ക് പോകുക. അപ്പൊ വേദിയിലിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ യോഗത്തില് പ്രധാന പീഠം അലങ്കരിക്കുന്ന വ്യക്തികളെ അഭിസംബോധന ശേഷം നമ്മൾ ഓഡിയൻസിലേക്ക് തിരിയണം. ഓഡിയൻസിൽ ചിലപ്പം പ്രധാനപ്പെട്ട വ്യക്തികളുണ്ടാകാം. അങ്ങനെ എടുത്തു പറയേണ്ട വ്യക്തികളുണ്ടെങ്കിൽ അവരെയും നമ്മൾ അഭിസംബോധന ചെയ്യണം. ചില സമയത്ത് നമ്മൾ വിശിഷ്ടാതികൾ യോഗത്തിന് നമ്മുടെ പൊതുയോഗത്തിന് പങ്കെടുക്കുമായിരിക്കാം, പക്ഷെ വേദിയിൽ ഉണ്ടാകത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു യോഗമാണെങ്കിൽ ആരെങ്കിലും ഒരാൾ അവിടെ ഇരിപ്പുണ്ടെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അദ്ദേഹത്തെയും ഗ്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന നന്നായിരിക്കും. അപ്പൊ അങ്ങനെ ആദ്യത്തെ ഘട്ടത്തിൽ ആമുഖത്തിൽ വരുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ അഭിസംബോധനയാണ്. അപ്പൊ അഭിസംബോധന ചെയ്യുവാൻ വേണ്ടിയുള്ള ഇത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്ന യോഗങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സാധാരണ യോഗങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമ്മൾ എല്ലാ യോഗങ്ങളും അല്പം കൂടെ പ്രോട്ടോകോൾ അനുസരിച്ച് ചെയ്യേണ്ട യോഗങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള യോഗങ്ങളിൽ ഈ ഒരു രീതി നമ്മൾ കീപ്പപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നമ്മുടെ പ്രസംഗം സുഖകരമായിട്ട് മാറും. അപ്പൊ ആദ്യം അഭിസംബോധന ചെയ്തതിനു ശേഷം രണ്ടാമത് നമ്മളെ വിഷയത്തിലേക്ക് വരിക. വിഷയത്തിലേക്ക് അതായത് കോൺടെസ്റ്റ് ഏതാണ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അപ്പം എന്തിനു വേണ്ടിയാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്ന് പറയാം, അതാണ് കോൺടെസ്റ്റ്. അപ്പൊ ഇന്ന് നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ മതബോധനത്തിന് വാർഷികമാണ്. അപ്പൊ മതബോധന വാർഷികത്തിന് വാർഷികാഘോഷത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്നുള്ള ആ ഒരു കോൺടെസ്റ്റ്. അപ്പൊ ഒന്ന് പരിചയപ്പെടുത്തുക. അപ്പൊ നമ്മൾ ഇരിക്കുന്ന ഒരു സാഹചര്യം എന്താണ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നതിനെ കുറിച്ച് ഒരു ബോധം ഉണ്ടാകാൻ വേണ്ടിയാണ് ആ ഒരു കാര്യം പറയേണ്ടത്. മൂന്നാമത് നമ്മളെ വിഷയം എന്താണ് ഈ പ്രശ്നം ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അതൊരു വാക്യരൂപത്തിൽ ഒരു സെന്റൻസിൽ നമ്മൾ പറയാൻ വേണ്ടി കഴിയണം നമുക്ക്. അപ്പൊ അതിനെ നമ്മൾ ഒരുപക്ഷെ സുവർണ നൂലെന്ന് ഞാൻ പറയും. ഒരു പ്രസംഗത്തിന്റെ ആദ്യന്തം നിറഞ്ഞു നിൽക്കേണ്ടത് ഈ ഒരു ഗോൾഡൻ ത്രെഡാണ് എന്ന് പറഞ്ഞാൽ സുവർണ നൂല്. അപ്പൊ നമ്മൾ ഈ വിഷയത്തിന്റെ ഒരു സാരാംശം എന്താണ് ഈ പ്രസംഗത്തിലൂടെ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് എന്നുള്ള ഒരു സാരാംശം ഒറ്റ വാക്യത്തിൽ നമ്മൾ അവിടെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇതാണ് ഞാൻ പറയാം. അപ്പൊ എനിക്ക് ക്ലിയർ ആണ് ഞാൻ എന്താണ് പറയാൻ പോണതെന്ന്. അപ്പൊ ഓഡിയൻസിന് ക്ലിയർ ആണ് ഇയാൾ എന്താണ് പറയാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട്
വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിന്റെ ഒരു സാരാംശം ഒറ്റ വാക്യത്തിൽ പറയുക എന്നുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് വ്യക്തമായിട്ട് ആ ഒരു ആശയത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റും. കാടുകയറി പോകാതെയും നമ്മുടെ പ്രസംഗത്തിന് വേറെ പല ഭാഷ്യങ്ങൾ ഉണ്ടാകാതെയും ഒരേ കാര്യം സിസ്റ്റമാറ്റിക് ആയിട്ട് അടുക്കും ചിട്ടയും ക്രമവുമായിട്ട് പറയാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഒരു വാക്യം അതിന്റെ സാരാംശം മനസ്സിൽ കാണാൻ കഴിയണം. ആ സാരാംശം പറഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്. അപ്പൊ ഒരു പ്രസംഗത്തിൽ 3 ഘടകങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമത്തേത് ആമുഖമാണ്. ആമുഖത്തിന് വേണ്ടത് അഭിസംബോധന, അതിന്റെ കോണ്ടസ്റ്റ്, മൂന്നാമത് വിഷയത്തിന്റെ സാരാംശം. ഇത് 3 പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ പ്രസംഗത്തിന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ബോഡി ഓഫ് ദ സ്പീച്ച്, അല്ലെങ്കിൽ പ്രസംഗഗാത്രം എന്നതാണ് പ്രസംഗിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ്. അപ്പൊ ഈ കണ്ടന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയ വിഷയത്തിന്റെ സാരാംശത്തിന്റെ ഒരു വിശകലനമായിരിക്കണം നടത്തേണ്ടത്. അല്ലാതെ വിഷയത്തിന്റെ ഒരു സാരാംശം പറഞ്ഞിട്ട് ലോകത്തിലെ കാര്യങ്ങളെന്ന് പറഞ്ഞ് അങ്ങനെ പോരും. നമ്മൾ അതിലേക്ക് വരണം. അപ്പൊ അതുകൊണ്ട് ആദ്യം മുതൽ തന്നെ ഈ പ്രസംഗത്തിലുള്ള വിഷയത്തെ മനസ്സിലാക്കിയിട്ട് ആ വിഷയത്തെ നമ്മൾ ഇനി അനലൈസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അപഗ്രഥിച്ച് പറയാൻ വേണ്ടി പോവുകയാണ്. അപഗ്രഥിച്ച് പറയുമ്പോൾ നമുക്ക് നേരത്തെ കണ്ടെത്താൻ കഴിയേണ്ടത് എത്ര പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഞാൻ ഈ പ്രധാനപ്പെട്ട ആശയമായിട്ടും ഉപ ആശയമായിട്ടും പറയുന്നത്. അപ്പൊ എനിക്ക് പ്രസംഗത്തിലെ സാരാംശം പറഞ്ഞു, ആ സാരാംശത്തെ വിശകലനം ചെയ്യുകയാണ്. വിശകലനം ചെയ്യുമ്പോൾ ഈ വിശകലനത്തിൽ എത്ര പോയിന്റ്സ് ആണ് ഉണ്ടാകേണ്ടതെന്ന് എനിക്ക് വ്യക്തത ഉണ്ടാകും. അപ്പൊ ഒരു പ്രധാനപ്പെട്ട ഒരു 3 പോയിന്റ് ഉണ്ടെങ്കിൽ അതിന്റെ 3 പോയിന്റിന്റെ അതിന്റെ സബായിട്ടുള്ള ഉപവിഷയങ്ങളും ഉപ ആശയങ്ങളും കൂടെ വേണം. അപ്പൊ പ്രധാനപ്പെട്ട ഇപ്പം ഞാൻ ഒരു 10 മിനിറ്റാണ് നമ്മൾ പ്രസംഗിക്കുകയെന്ന് വിചാരിക്കാം. ഒരു 10 മിനിറ്റ് പ്രസംഗിക്കുമ്പോൾ 1.5 മിനിറ്റ് വരെ മാക്സിമം, അല്ലെങ്കിൽ 2 മിനിറ്റ് വരെ ആമുഖത്തിൽ നിൽക്കാം. പിന്നെയുള്ള 7 മിനിറ്റ് നമുക്ക് പ്രസംഗത്തിന്റെ ഗാത്രത്തിലേക്ക് വരാം. 1 മിനിറ്റ് നമ്മുടെ ക്രോഡീകരണത്തിലേക്ക് വരാം. എങ്ങനെയാണ് നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള ഒരു സമയ വിതരണം നടത്തേണ്ടത്. അപ്പോൾ ഒരു 10 മിനിറ്റാണ് ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ആ 10 മിനിറ്റിനുള്ളിൽ 2 മിനിറ്റ് കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയുള്ള 7 മിനിറ്റിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് പ്രധാനപ്പെട്ട ആശയം, ഇപ്പൊ 3 പ്രധാനപ്പെട്ട ആശയങ്ങൾ ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് വിചാരിക്കും. ആ 3 ആശയങ്ങളുടെ ആ പ്രധാനപ്പെട്ട ആശയത്തിന്റെ ഉപ ആശയങ്ങളായിട്ട് 3 ആശയങ്ങൾ. അപ്പം 3 9 ആശയങ്ങൾ എനിക്ക് പറയാറുണ്ട്. അപ്പൊ 9 ആശയങ്ങൾ ഒരുപക്ഷെ ഈ പ്രധാന ആശയത്തിന്റെ വിശകലനമായിട്ടാണ് പിന്നെ അതിന്റെ അനുബന്ധമായിട്ട് വരുന്ന 3 ആശയങ്ങൾ. അതുപോലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആശയത്തിന്റെ അനുബന്ധമായിട്ട് വരുന്ന 3 ആശയങ്ങൾ, അതിലെ ഉപ ആശയങ്ങൾ നമുക്ക് പറയാം. അതുപോലെ മൂന്നാമത്തെ, ഇങ്ങനെ 3 പോയിന്റ്സ് ഞാൻ പറയുമ്പോൾ അതിന്റെ ഉപ പോയിന്റ്സ് എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഈ ബോഡിയെ ഒന്ന് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കാരണം നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ രണ്ടാമത്തെ ഘടകമാണ് ഈ ഉള്ളടക്കം എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്കറിയാലോ, അതിന്റെ ചുമരുകൾ, അതിന്റെ വാതിലുകൾ, കട്ടിലപ്പടികൾ, അതിന്റെ മനോഹരമായ ഭിത്തിയുടെ സംവിധാനങ്ങൾ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്കിൽ മാത്രമേ ആ ഭവനം സുരക്ഷിതമായിട്ട് നിലനിൽക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആ പ്രസംഗത്തെ എങ്ങനെയാണ് കെട്ടുപണിയുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തത ഉണ്ടാകും. എങ്കിൽ മാത്രമേ ആ പ്രസംഗം കാര്യക്ഷമമായ രീതിയിൽ ആളുകൾ ഓർത്തിരിക്കുകയും അവരെ സ്വാധീനിക്കുവാൻ നമുക്ക് കഴിയുകയും ചെയ്യുള്ളൂ. ഇവിടെ നമ്മൾ മറക്കാൻ പാടില്ലാത്തത് ഗോൾഡൻ ത്രെഡാണ്, സുവർണ നൂലാണ്. നമ്മുടെ പ്രസംഗത്തെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ആ സാരാംശമാകുന്ന ആശയം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം, മനസ്സിൽ ഹൃദയസ്ഥമാകണം. അപ്പൊ അത് നമ്മളെ ബന്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം, എങ്കിൽ ആ പ്രസംഗം ഒരു ആശയത്തിലൂടെ ഒതുക്കി നിർത്താൻ കഴിയുള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ ഈ ഉള്ളടക്കത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സെറ്റ് എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ് സാധാരണ പറഞ്ഞു കേൾക്കുന്നത്. സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആദ്യത്തെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ആശയത്തെ പിന്താങ്ങുവാൻ വേണ്ടി, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഈ സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തേത് ആ പ്രസംഗത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, പിന്താങ്ങാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഒരു പക്ഷേ കണക്കുകളായിരിക്കാം. എന്ന് പറഞ്ഞാൽ ഇത്ര ശതമാനം ആൾക്കാരാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുകയാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത്ര ശതമാനം ആൾക്കാർക്കാണ് വിദ്യാഭ്യാസം ഇല്ലാത്തത്, ഇത്ര പേരാണ് അതിന്റെ സാക്ഷരതയിൽ പിന്നോട്ട് നിൽക്കുന്നത്, അങ്ങനെ ഒരു ശതമാനം പറയുന്നു എന്നായിരിക്കും. അപ്പൊ നമുക്ക് പറയുന്നതിൽ ആധികാരികത ഉണ്ടാകും. അല്ലെങ്കിൽ നമ്പർ, നമ്മൾ പറയുന്ന നമ്പറിങ്ങിന് വളരെ പ്രധാനപ്പെട്ട, ഞാൻ 3 ആശയങ്ങൾ ഉണ്ടെങ്കിൽ ആ 3 ആശയങ്ങൾ 1, 2 എന്ന് പറയണമെന്നില്ല, പക്ഷെ ആശയങ്ങളെ മനസ്സിൽ നമുക്ക് കാണണമല്ലോ നമ്പറിങ്. അപ്പൊ നമ്പറിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ശതമാന കണക്കായിക്കൊള്ളട്ടെ, അതിന്റെ നമ്പർ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ വർഷമായിക്കൊള്ളട്ടെ, ഇതൊക്കെ അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ പ്രസംഗത്തെ സപ്പോർട്ടീവ് ആക്കി മാറ്റാൻ കഴിയുന്നത്. അപ്പോഴും നമ്മൾ പറയുന്നതിന് ആധികാരികത ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ
എന്റെ ആശയങ്ങൾ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയും. അങ്ങനെ പുലമ്പാതിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ പറയുന്ന കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ചില സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുത്തുകൊണ്ട് നമ്മൾ വ്യക്തമായിട്ട് യുക്തിഭദ്രമായിട്ട് കാര്യങ്ങൾ പറയാൻ പഠിക്കണം. അപ്പൊ അത് നമ്മൾ നേരത്തെ വർക്ക് ചെയ്യണം. അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എന്തെല്ലാം ഉണ്ട് എന്നതിനെ കുറിച്ച് നമ്മൾ കണ്ടെത്തി അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങൾ ക്രോഡീകരിച്ച് പറയാൻ വേണ്ടി നമ്മൾ ഒരുങ്ങണം. രണ്ടാമത് അതിന്റെ സെറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തത് എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിലുണ്ടായ എക്സാമ്പിൾസ് ആകാം, നമുക്ക് പിന്നെ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ എക്സാമ്പിൾസ് ഉണ്ടാകാം. ആ വിഷയത്തെ സംബന്ധിച്ച് ഇപ്പൊ എഡ്യൂക്കേഷനെ സംബന്ധിച്ചുള്ള കാര്യം ഞാൻ പറയാണെന്ന് വിചാരിക്കും. എഡ്യൂക്കേഷൻ ഒരു വ്യക്തിയുടെ ജീവിത നിലവാരത്തിന് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണെന്ന് ഞാൻ പറയുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ പറയുമ്പോൾ എനിക്ക് എൻ്റെതായ ചില എക്സ്പീരിയൻസ് പറയാനുണ്ടാകും. ആ എക്സ്പീരിയൻസ് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ആശയത്തെ പിന്താങ്ങുന്നതിനും അതിനെ സപ്പോർട്ടീവ് ആക്കുന്നതിനും അതിനെ കൺഫേം ചെയ്യുന്നതിനും സാധിക്കും. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പറയേണ്ട അനുഭവങ്ങൾ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അനുഭവങ്ങളോടെ പറഞ്ഞു പോകുന്നത് നന്നായിരിക്കും. അവിടെ കഥകളും പറയുന്നതിന് തിരക്കേടില്ല. പക്ഷെ കഥകൾ പറയുമ്പോൾ പലപ്പോഴും കേട്ട കഥകളാണെങ്കിൽ അത് ബോറായിട്ട് മാറാം. അതിനെക്കുറിച്ച് ഞാൻ കഥകളും ഹാസ്യങ്ങൾ എങ്ങനെ പറയണമെന്ന് വേറെ ദിവസത്തിൽ പറയാം. അപ്പൊ നമ്മൾ ആ കണ്ടന്റില് പ്രസംഗത്തിന്റെ ഉള്ളടക്കത്തില് നമുക്ക് ഈ രണ്ടാമത് വേണ്ടത് എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾസ് അനുഭവത്തിൽ നിന്നാകാം, കഥാരൂപത്തിലാകാം, അല്ലെങ്കിൽ കഥയുടെ ഇതിവൃത്തങ്ങൾ പറഞ്ഞുകൊണ്ടാകാം, അല്ലെങ്കിൽ ചില ആളുകളൊക്കെ സിനിമാ കഥകളൊക്കെ പറയാറുണ്ട്. അത് ഞാൻ അത്രയും യോജിക്കുന്നില്ല. ചില സമയത്ത് കുട്ടികളൊക്കെ യുവതിയൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ പോപ്പുലറായിട്ടുള്ള സിനിമ പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അത്രയും സമയം കൊണ്ട് നമുക്ക് പറഞ്ഞ് കഥ പറയാൻ പറ്റുമെന്ന് നിർബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും നോവൽ ടൈപ്പുള്ള കഥകൾ പറയാതെ ചെറുകഥാ രൂപത്തിലുള്ള കഥകൾ പറയുക. എത്രയും ലളിതമായിട്ട് കഥ പറയാൻ പറ്റുന്നു അത്രയും ഹൃദ്യമായിട്ട് പ്രസംഗം തീരും. അതുകൊണ്ട് വലിച്ചു നീട്ടി കഥ പറഞ്ഞുകൊണ്ട് സമയം മുഴുവൻ കഥയിലേക്ക് കളയാതിരിക്കുന്നത് അവിടെ നന്നായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ സെറ്റിന് രണ്ടാമത്തെ എക്സാമ്പിൾസ് പറയുക എന്നുള്ളതാണ്. അത് കഴിയുന്നതും ജീവിതാനുഭവമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി പറഞ്ഞാൽ അതല്പം കൂടെ സ്വീകാര്യമായിട്ട് മാറുന്നതിന് കാരണമായിട്ട് മാറും. മൂന്നാമത് ടെസ്റ്റിമണീസ് ആണ്. ടെസ്റ്റിമണീസ് എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് മഹാന്മാരോ അല്ലെങ്കിൽ ആധികാരികമായ ആരെങ്കിലും ഒക്കെ പറഞ്ഞത് നമ്മൾ എടുത്തു പറയുന്നതാണ് ടെസ്റ്റിമണി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ മാത്രം പറയുന്നതല്ല. അപ്പൊ നമ്മളൊരു ആശയം പറഞ്ഞു, ആ ആശയത്തിന് അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞു, എക്സാമ്പിൾ എന്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു. മൂന്നാമത് ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, ഇത് വേറെയും അറിവുള്ള ആളുകൾ, ബോധമുള്ള ആളുകൾ, ജ്ഞാനികളായ ആളുകൾ പറഞ്ഞതാണ് എന്ന് പറയാൻ വേണ്ടി നമുക്ക് ആരുടെയെങ്കിലും ഒക്കെ കൊട്ടേഷൻസ് കൊടുക്കാം, റെഫറൻസ് കൊടുക്കാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങൾ എടുത്ത് പറയാം. അപ്പൊ അങ്ങനെ നമുക്ക് മൂന്നാമത് ടെസ്റ്റിമണീസ് കൊടുക്കാം. അപ്പൊ ഈ ടെസ്റ്റിമണി കൊടുക്കുമ്പോൾ അതല്പം കൂടെ ആധികാരികമായിട്ട് മാറും. ഞാൻ പറയുന്ന ആശയങ്ങൾ അബ്സ്ട്രാക്റ്റ് ആകാതെ വളരെ കോൺക്രീറ്റ് ആയിട്ട് തീരുന്നതിന് കാരണമായിട്ട് മാറും. അതുകൊണ്ട് പ്രസംഗം നമുക്ക് അബ്സ്ട്രാക്റ്റ് ആകാതെ കോൺക്രീറ്റ് ആകുവാൻ തക്ക രീതിയിൽ അതിന്റെ പ്രസംഗ ഗാത്രത്തെ ബലപ്പെടുത്തുവാൻ സഹായിക്കുന്നതാണ് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ. അപ്പൊ അതിന് നമുക്ക് ആശയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഘടകങ്ങളാണത്. ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകുകയാണെങ്കിൽ പ്രസംഗം വളരെ ശക്തമായ രീതിയിൽ ആളുകളെ സ്വാധീനിക്കുന്നതിനും അത് അവരെ കൂടുതൽ പ്രിയങ്കരമാക്കി മാറ്റുന്നതിനും കാരണമായിട്ട് മാറുമെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ പ്രസംഗത്തിന്റെ ഉള്ളടക്കത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒരിക്കലും പ്രസംഗങ്ങളുടെ ആശയത്തിന് ഖണ്ഡിച്ചുകൊണ്ടുള്ള ആശയങ്ങൾ പറയരുത്. ഒരേ ആശയത്തിന് വിപരീതമായ ആശയങ്ങൾ പറയരുത്. പറയുന്ന ആശയങ്ങൾക്ക് എപ്പോഴും കൺസിസ്റ്റൻസി ഉണ്ടാകണം. അതാണ് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ ആശയ പൊരുത്തവും ആശയ ഭദ്രതയും ഉണ്ടാകണം. അല്ലാതെ ഒന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെ നെഗേറ്റ് ചെയ്തുകൊണ്ട് വേറൊരു കാര്യം പറഞ്ഞുകൊണ്ട് പ്രസംഗം ആകപ്പാടെ കൺഫ്യൂഷനിലേക്ക് നയിക്കരുത്. നമ്മുടെ ലക്ഷ്യം അങ്ങനെയല്ല. ഞാനൊരു പ്രസംഗം പറയുമ്പോൾ ആളുകളെ കൺഫ്യൂഷനിലേക്ക് അല്ലെങ്കിൽ ആശയ കൊണ്ട് നിറച്ച് അവരെ പല രീതിയിലും സംശയത്തിന്റെ നിലയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതല്ല എൻ്റെ പ്രസംഗത്തിന്റെ ലക്ഷ്യം. എൻ്റെ പ്രസംഗം ഞാൻ ലക്ഷ്യമാക്കുന്നത് ഒരാശയം അവരുടെ ഹൃദയത്തിലേക്കും മനസ്സിലേക്കും പതിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു പിടിപ്പിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് പ്രസംഗന്റെ വിജയം വരുന്നത്. അപ്പൊ അത് എങ്ങനെ പറഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഈ ഒരു ഉള്ളടക്കത്തിൻ്റെതായ ക്രമീകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഉള്ളടക്കം എങ്ങനെ നമ്മൾ ക്രിയാത്മകമായിട്ട് ക്രമപ്പെടുത്തുമോ അതനുസരിച്ച് പ്രസംഗം വളരെ ആകർഷകമായിട്ട് മാറുന്നതിന് കാരണമായിട്ട് മാറും. ഒരിക്കലും ഉള്ളടക്കം ഓവർലാപ്പ് ചെയ്യുകയോ കോൺട്രഡിക്റ്റ് ആവുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രസംഗം അഭംഗിയായിട്ട് മാറുകയും അത് സ്വീകാര്യതയില്ലായിട്ട് മാറുകയും ചെയ്യുന്നതിന് കാരണമായിട്ട് മാറും. ഇനി ഇങ്ങനെ നമ്മൾ ആശയങ്ങൾ പറയുമ്പോൾ കഴിയുന്നതും പ്രകോപനപരമായ വാക്യങ്ങളും സംഭവങ്ങളും ഒക്കെ ഒഴിവാക്കുക. അപ്പൊ അത് സ്വാഭാവികമായിട്ടും പിന്നെ ഓഡിയൻസിന്റെ ഇടയിൽ കർത്താവ് യേശുക്രിസ്തു ചലഞ്ച് ചെയ്തുകൊണ്ട് പറഞ്ഞു, അത് വേറൊരു കോണ്ടസ്റ്റ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ഒരു ചലഞ്ച് ചെയ്യുന്നതിന് സാധിക്കും. പക്ഷെ സമ്പൂർണമായിട്ടും ആ ഒരു ചലഞ്ചിലേക്ക് പോകുന്നത് പിന്നീട് മതി. നമ്മൾ പ്രാരംഭ ദശയിൽ ആളുകളെ ആശയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് പ്രകോപനപരമായ വാക്യങ്ങളും പ്രകോപനപരമായ ആശയങ്ങളും പ്രകോപനപരമായ കാര്യങ്ങളും പറഞ്ഞ് ആളുകളെ ചൊടിപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രകോപിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ നെഗറ്റീവായ ഒരു ഇംപ്രഷനിലേക്ക് നയിക്കുകയോ ചെയ്യരുത്.
കാരണം നമ്മൾ പ്രസംഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലെവലെത്തി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാം, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളിപ്പോഴും ആരംഭദശയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരംഭദശയിൽ പ്രകോപനപരമായ കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ വിരൽ പിടിപ്പിക്കരുത്, അവരെ പ്രകോപിപ്പിക്കരുത്, അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ കൺഫ്യൂഷനിലേക്ക് എത്തിക്കുകയും ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ പ്രസംഗം അരുചികരമായിട്ട് മാറുകയും അത് ഒരുപക്ഷെ അതിന് തന്നെ ഒരു ബാക്ക്ലാഷ് ഉണ്ടാകുകയും ചെയ്യുന്നതിന് കാരണമായിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ ഈ ഉള്ളടക്കത്തിൽ നമ്മൾ ക്രമപ്പെടുത്തുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടായിരിക്കണം. അങ്ങനെ ശ്രദ്ധയോടുകൂടി നമ്മൾ കാര്യങ്ങൾ ക്രമപ്പെടുത്തുമ്പോൾ അത് സ്വാഭാവികമായിട്ട് വളരെയധികം സ്വാധീനം ചെലുത്തുന്നതായിട്ട് മാറുന്നതിന് കാരണമായിട്ട് മാറുക. അത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒരു അടുക്കും ചിട്ടയുമായിട്ട് ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത് ആയിട്ടുള്ള കാര്യം. ഇവിടെ ഇനി നമ്മൾ ഭാഷയും ശ്രദ്ധിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, ഞാൻ പറയുന്ന ഭാഷ അവർക്ക് മനസ്സിലാകുന്നുണ്ടോ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എല്ലാ സ്ഥലങ്ങളിലും ഒരേ ഭാഷ സ്വീകാര്യമാകണം നിർബന്ധമില്ല. ഒരു ഗ്രാമപ്രദേശത്ത് പോകുമ്പോൾ അപ്പോഴും കൂടെ ലളിതമായ ഭാഷയും ലളിതമായ ആശയങ്ങളും ലളിതമായ ഫ്രേസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ പറയണം. അതേസമയം നമ്മളൊരു സിറ്റി സ്റ്റേറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അല്പം കൂടെ ഈ വിദ്യാഭ്യാസപരമായി ഉയർന്ന ഒരു പ്രദേശത്താണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അല്പം കൂടെ നല്ല കഠിനമുള്ള വാക്കുകളായിരുന്നാലും കഠിനമുള്ള സെൻറ്റൻസിലായിരുന്നാലും കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളെ ആളുകൾ മിക്കവാറും ഒക്കെ പാവപ്പെട്ട ആളുകളൊക്കെയാണ്, തൊഴിലാളികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, കൃഷിക്കാരും മീൻപിടുത്തക്കാരുമായിട്ടുള്ള പല മേഖലകളും ഇങ്ങനെ ചിതറപ്പെട്ട് കിടക്കുന്ന ആളുകളാണ്. അപ്പൊ അവിടെയൊക്കെ ചെല്ലുമ്പോൾ സാധാരണ ഭാഷ പറയുന്നതായിരിക്കാം ഏറെ അഭികാമ്യമായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് കടുകട്ടിയെ നിറഞ്ഞ ഭാഷകൾ പറയാതെ, പക്ഷെ അവിടെ പറയുമ്പോൾ അതിന് വാക്യശുദ്ധി ഉണ്ടാകണം, ഗ്രാമർ വ്യക്തമായിരിക്കണം, അതിന്റെ ആശയ പൊരുത്തം ഉണ്ടായിരിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അത് നമ്മൾ ബോധപൂർവ്വം മനസ്സിലാക്കുക. അല്ല, ചില ആൾക്കാർ വിചാരിക്കും കഠിനമുള്ള പദങ്ങൾ പറഞ്ഞപ്പോഴാണ് എന്റെ പ്രസംഗം കൂടുതൽ വീര്യമുള്ളതായിട്ട് മാറുന്നത്. അതൊരിക്കലും ശരിയായ കാര്യമല്ല. നമുക്ക് ഒരു ലളിതമായ വാക്കുകൾ പറയുമ്പോഴായിരിക്കാം കൂടുതൽ ഹൃദ്യമായിട്ട് മാറുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് സച്ചിദാനന്ദൻ തന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മള് ലളിതമായ വാക്കുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയണമെന്നുള്ളതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ലളിതമായ കാര്യങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ആളുകൾക്ക് കൂടുതൽ സ്വീകാര്യമായിട്ട് മാറുമെന്നുള്ള കാര്യം മറക്കാതിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ വളരെ പ്രധാനമായിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ എന്താണ് നേരത്തെ ചിന്തിച്ച് ക്രമപ്പെടുത്തണം. ഉപയോഗിക്കുന്ന വാക്കുകൾ എന്തൊക്കെയായിരിക്കണം എന്നതിനെ കുറിച്ച് ഒരു ബോധം ഉണ്ടാകണം. ആ വാക്കുകളും ഒക്കെ ശരിയായ രീതിയിലൊന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ പ്രസംഗത്തിലേക്ക് വരാവൂ. അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും നിങ്ങൾ ആദ്യകാലങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ എഴുതിയിട്ട് മാത്രമേ പ്രസംഗിക്കാവൂ എന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ആദ്യത്തെ പ്രസംഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു 10 പ്രസംഗങ്ങൾ ആദ്യമായിട്ട് എഴുതി പറയുക. അങ്ങനെ എഴുതി ഒരു 10 പ്രസംഗം നിങ്ങളൊരു എഴുതി സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എപ്പോഴും റെഫർ ബാക്ക് ചെയ്യാൻ പറ്റും, എപ്പോഴും നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. അത് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഞാൻ എങ്ങനെയാണ് പ്രസംഗത്തിന്റെ ഷോർട്ട് നോട്ട് ചെയ്യേണ്ടതെന്ന് പിന്നെ പറയാം. അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രസംഗത്തിന്റെ ഗാത്രത്തെ കുറിച്ചാണ്. പ്രസംഗത്തിന്റെ ഗാത്രം എന്ന് പറയുന്നത്, ബോഡി എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രസംഗത്തെ ക്രമപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അപ്പൊ പ്രസംഗത്തെ ക്രമപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഭാഷ ശ്രദ്ധിക്കണം, അതിന്റെ ഇതിവൃത്തം ശ്രദ്ധിക്കണം, അതിന്റെ ഘടന ശ്രദ്ധിക്കണം, അതിന്റെ ആശയങ്ങളുടെ വിശകലനം ശ്രദ്ധിക്കണം. എപ്പോഴും കഴിയുന്നതും ആദ്യം വളരെ ശക്തമായ പോയിന്റ് പറയുക, രണ്ടാമത് അല്പം കൂടെ ശക്തി കുറഞ്ഞ പോയിന്റ് പറയുക, മൂന്നാമത് അല്പം കൂടെ ശക്തി കുറഞ്ഞ പോയിന്റ് പറയുക. കാരണം ആദ്യത്തെ പോയിന്റ് തന്നെ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. അപ്പൊ അല്ലാതെ നമുക്ക് ഏറ്റവും നല്ല പോയിന്റാണ് നമുക്ക് ഒരു ചില പ്രസംഗം തയ്യാറാക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് നല്ലൊരു പോയിന്റാണെന്ന് നമുക്ക് തോന്നുകയാണ്. അപ്പൊ അത് തന്നെ ആദ്യം പറഞ്ഞുകൊണ്ട് അത് അവരുടെ കേൾക്കുന്നവരുടെ മനസ്സിനെ കീഴടക്കത്തക്ക രീതിയിൽ പറഞ്ഞ് ഉറപ്പിച്ചെടുക്കുക. അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമുക്ക് അതിന്റെ മേൽ ബിൽഡപ്പ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആശയങ്ങൾ ക്രമപ്പെടുത്തുമ്പോൾ ശക്തമായ ആശയങ്ങൾ മേൽമേൽ വെച്ചുകൊണ്ടായിരിക്കണം അതിന്റെ പ്രസംഗ ക്രമീകരണം നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പൊ അങ്ങനെ നല്ല ആശയങ്ങൾ, പിന്നെ അതിനെ ബലപ്പെടുത്തുന്ന സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, രണ്ടാമത്തെ ആശയം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെ മൂന്നാമത്തെ ആശയം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരു അടുക്കും ചിട്ടയുമായിട്ട് നമ്മൾ പ്രസംഗം പറഞ്ഞു പോകുമ്പോൾ ആ പ്രസംഗത്തിന് അല്പം കൂടെ സ്വീകാര്യവും ഇമ്പവും ഒരു ഹൃദ്യതയും ഉണ്ടാകുന്നതിന് കാരണമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് പ്രസംഗത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എപ്പോഴും മനസ്സിലാക്കുക. ഈ പ്രസംഗത്തിന്റെ ഉള്ളടക്കത്തിന് നമ്മൾ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രസംഗം നമ്മൾ എനിക്ക് വേണ്ടി അല്ല പ്രസംഗിക്കുന്നത്. അതെപ്പോഴും മനസ്സിലാക്കുക. പ്രസംഗം എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഞാൻ എനിക്ക് വേണ്ടി ഒരിക്കലും പ്രസംഗിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഉറക്കെ മറ്റുള്ളവർക്ക് കേൾക്കത്തക്ക രീതിയിൽ വ്യക്തമായിട്ട് നിർത്തി അല്പം വ്യക്തതയോടുകൂടി പറയുക. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതെങ്ങനെയാണ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഞാൻ വേറെ ദിവസം പറയാം. അപ്പൊ നമ്മൾ ഉള്ളടക്കം നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അപ്പൊ ഇത് ഞാൻ അവരോട് പറഞ്ഞാൽ അവരുടെ പ്രതികരണം എന്തായിരിക്കും എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ കാണണം, എങ്കിലേ അതനുസരിച്ച് എനിക്ക് ക്രമപ്പെടുത്തി പറയാൻ കഴിയുള്ളൂ. അപ്പൊ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിന്തിച്ചു പോകട്ടെ, എങ്ങനെയും പെരുമാറിക്കൊള്ളട്ടെ എന്നുള്ള രീതിയിൽ ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കരുത്.
നമ്മുടെ മനസ്സിൽ 10 മിനിറ്റ് പ്രസംഗം ഉണ്ടാകണമെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു മുൻകൂട്ടിയുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് പ്രസംഗം കഴിയുമ്പോൾ അത് നമുക്കും സന്തോഷം ഉണ്ടാകുകയുള്ളൂ, കേൾക്കുന്നവർക്കും സന്തോഷം ഉണ്ടാകുകയുള്ളൂ. അപ്പൊ അതാണ് 10 മിനിറ്റ് പ്രസംഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ കഴിയണമെങ്കിൽ നമുക്ക് മുൻകൂട്ടി കാണണം, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് ടേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അവരെങ്ങനെയാണ് സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത്. അത് മനസ്സിൽ കണ്ടുകൊണ്ട് അതനുസരിച്ചായിരിക്കണം ക്രമപ്പെടുത്തൽ നമ്മൾ നടത്തേണ്ടത്. വീണ്ടും ഈ പ്രസംഗം നമ്മൾ ക്രമപ്പെടുത്തി അവതരിപ്പിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ അവതരിപ്പിക്കണമെന്നുണ്ട് ആരോഹണ അവരോഹണ ക്രമമൊക്കെ ഞാൻ വേറെ പറയാം. നമ്മൾ ഇപ്പോഴും എൻ്റെ കണ്ടന്റാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ ഖണ്ഡത്തിലേക്ക് ഞാൻ വരുമ്പോൾ മൂന്നാമത്തെ ഖണ്ഡത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ക്രോഡീകരണമാണ്. അപ്പൊ ക്രോഡീകരണം എന്ന് പറയുന്നത് ഒരു പ്രസംഗത്തെ നമ്മൾ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഇനി ക്രോഡീകരണത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അല്പം ശബ്ദം ഒന്ന് കുറച്ച് ആ ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്ന നന്നായിരിക്കാം. ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണെന്നുള്ള രീതിയിൽ അതിനെ ക്രോഡീകരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ക്രോഡീകരിക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മളെ ശബ്ദമൊക്കെ ഒന്ന് കുറച്ചിട്ട് നമ്മുടെ ആശയങ്ങളെ വീണ്ടും ഒന്ന് ക്രമപ്പെടുത്തി പറയാൻ വേണ്ടി ശ്രമിച്ച കാര്യങ്ങളെ വീണ്ടും പറയാൻ വേണ്ടി പരിശ്രമിക്കുക. ക്രോഡീകരണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും പുതിയ ആശയങ്ങളോടെ കൊണ്ടുവരരുത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രം. ഈ പ്രാരംഭവും അവസാനവും അങ്ങനെയാണ്. പ്രാരംഭം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ 3 ചോദ്യത്തിൻ്റെതായ രീതി പറഞ്ഞാൽ ആദ്യത്തേത് ആമുഖം എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തേത് എന്ത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആദ്യത്തെ എന്തിനെന്നും പറയാം, എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിന്. രണ്ടാമത്തേത് എന്താണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. മൂന്നാമത് എങ്ങനെയായിരിക്കണം ഞാൻ പ്രസംഗിച്ച് കഴിയുമ്പോൾ ഉണ്ടാകണം. അതാണ് ക്രോഡീകരണം. അപ്പൊ ഈ 3 ചോദ്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ കാണണം. ഞാൻ എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു, അതാണ് ആമുഖത്തിൽ ഉണ്ടാകേണ്ടത്. ഞാൻ എന്താണ് പ്രസംഗിക്കേണ്ടത്, അതാണ് കണ്ടന്റിൽ വരേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ പ്രസംഗം ഗാത്രത്തിൽ വരേണ്ടത്. ഇനി അതുവഴി എന്താണ് ഉണ്ടാകേണ്ടത്, അതിന്റെ ഭാവി എന്തായിരിക്കണം. അപ്പൊ അവിടെ നമ്മളെ സഹായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ പ്രായോഗികമായ നിർദ്ദേശങ്ങൾ. എല്ലാ പ്രസംഗത്തിലും പ്രായോഗികമായ നിർദ്ദേശങ്ങൾ ആവശ്യമാണ്. അപ്പൊ അത് ബോഡിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ബോഡിയിലേക്ക് വരുമ്പോൾ അവസാനമായിട്ട് അതുവഴി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചുള്ള ഒരു ഉത്ബോധനം ആവശ്യമാണ്. അങ്ങനെ ഉദ്ബോധനം വരുമ്പോൾ ആളുകൾക്ക് ഇന്നത് ചെയ്ത് നന്നായിരിക്കുമല്ലോ എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാകുകയും അത് ചെയ്യുകയോ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. ചെയ്യും എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് വിജയം. ചെയ്യുന്നോ ചെയ്യുന്നില്ലെന്ന് രണ്ടാമത്തെ കാര്യം, അത് അവരുടേതായ സ്വാതന്ത്ര്യമാണ്. പക്ഷെ നമ്മൾ ഒരു പ്രസംഗത്തിലൂടെ ഇന്നത് അവർ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ അതാണ് വളരെ പ്രസംഗത്തിന്റെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ ഒരു പ്രസംഗത്തിനും ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, പ്രായോഗികമായ നിർദ്ദേശങ്ങൾ ഉണ്ടാകണം. പ്രായോഗിക നിർദ്ദേശങ്ങൾ ഒന്നിലധികമായിട്ട് 10 മിനിറ്റ് നടത്തുന്ന പ്രസംഗത്തിൽ ഒരുപക്ഷെ അധികം പ്രായോഗികമായ നിർദ്ദേശങ്ങൾ പറയാൻ പറ്റത്തില്ലായിരിക്കാം. ഒരുപക്ഷെ 1 or 2 പരമാവധി പ്രായോഗികമായ നിർദ്ദേശങ്ങൾ പറയാൻ കഴിയും. അതെല്ലാം പ്രായോഗികമായിരിക്കണം. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് പ്രസംഗത്തിൽ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ പറയുക, അപ്പൊ അവർക്കും ചെയ്യാൻ പറ്റും. അല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവര് ചെയ്യുമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരിക്കലും പ്രസംഗം പറയരുത്. അപ്പൊ എനിക്ക് അത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ മറ്റുള്ളവരോട് പറയുക. അപ്പൊ അതുകൊണ്ട് എപ്പോഴും പ്രസംഗം നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ്, അവരിൽ നിന്ന് ഇത് പ്രയോജനകരമായിട്ട് മാറത്തക്ക രീതിയിലുള്ള ഒരു പ്രതികരണം അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ക്രമപ്പെടുത്തി ചെയ്തില്ലെങ്കിൽ നമുക്ക് അത് ദോഷകരമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് പ്രായോഗികമായ നിർദ്ദേശങ്ങൾ അടുത്തതിലേക്ക് വന്നതിന് ശേഷം സാവധാനം നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് സ്വരം താഴ്ത്തിയിട്ട് പറഞ്ഞ കാര്യങ്ങളെ വീണ്ടും ക്രമാനുഗതമായിട്ട് ചിട്ടയോടുകൂടി അവതരിപ്പിച്ച് സമാപിക്കുന്നതാണ് അതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. അപ്പൊ അതുകൊണ്ട് ഈ സമാപനത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും നമ്മൾ ഈ സമാപനം എന്ന് പറയുന്നത് നമ്മൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ ബോറടിച്ചു പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ കഴിയുന്നവരെ നീട്ടിക്കൊണ്ടു പോകരുത്. ഓഡിയൻസിന് കേൾക്കുവാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് അവർ ഇരിക്കുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ കഴിയുന്നതും അധികം ദീർഘിപ്പിക്കാതെ സംസാരിക്കണം. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു മുൻകൂട്ടി കാര്യങ്ങൾ ഓഡിയൻസിനെ കണ്ട് പ്രസംഗിക്കണം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അവർക്ക് ഒരു ബോറായിട്ട് തോന്നുകയാണ്, അല്ലെങ്കിൽ ഒത്തിരിയധികം പ്രസംഗങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്, അവസാനം എനിക്ക് പ്രസംഗം കിട്ടുകയാണ്. അങ്ങനെ പ്രസംഗം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ പ്രതീക്ഷിക്കുന്നത് അധികം പ്രസംഗിക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്തായിരിക്കണം, 10 മിനിറ്റ് എന്നുള്ളത് 7 മിനിറ്റ് ആക്കുക. 7 മിനിറ്റുള്ളതിൽ ഏറ്റവും നല്ലതായിട്ട് ഞാൻ കരുതുന്ന കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ഭാഗത്ത്, അല്ലാതെ നമ്മൾ നീട്ടിക്കൊണ്ടുപോയ പിന്നെ അവന് ബോറാകും, നമ്മുടെ വെറുപ്പിന് കാരണമായിട്ട് മാറും. അപ്പൊ ഇത്രയും ഒരു 5 പ്രസംഗം കേട്ടു, 6ാമത്തെ പ്രസംഗമാണ് എന്റേത്. 6ാമത്തെ പ്രസംഗം ഞാൻ പറയാൻ പോകുന്ന സമയത്ത് ആപ്പാടെ ബോറടിച്ചിരിക്കുകയാണ്. വീണ്ടും ഞാൻ പറയുന്ന സമയത്ത് അവർക്ക് വീണ്ടും ആദ്യം ബോറായിട്ട് മാറുകയും ആ ബോറ് എന്നോടുള്ള ഒരു നെഗറ്റീവ് ഇംപ്രഷനായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ആ നെഗറ്റീവ് ഇംപ്രഷൻ ഒരിക്കലും നിങ്ങളുടെ പ്രസംഗത്തിലൂടെ ഉണ്ടാകരുത്.
നെഗറ്റീവ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു എളുപ്പം മാറ്റിയെടുക്കാൻ അപ്പൊ ഒരിക്കൽ നമ്മൾ പ്രസംഗിച്ചു കഴിഞ്ഞു, നമ്മുടെ പ്രസംഗത്തെ കുറിച്ച് നെഗറ്റീവ് ഇംപ്രഷൻ കഴിഞ്ഞാൽ പിന്നെ വേറെ ദിവസം നമ്മൾ പോയി കഴിഞ്ഞാൽ ഇയാളുടെ പ്രസംഗം എന്നുള്ളൊരു ചിന്ത, ഒരു തണുപ്പൻ മട്ടിലായിരിക്കാം നമ്മുടെ പ്രസംഗം കേൾക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും അവരെ കയ്യിലെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഒരുക്കവും ക്രമവൽക്കരണവും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രസംഗിക്കുന്ന സമയത്ത് അതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എപ്പോഴും കൺക്ലൂഡ് ചെയ്യുക എന്നുള്ളത്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുങ്ങി വന്നിരിക്കും, അതിന്റെ സമയം കിട്ടുന്നില്ലായിരിക്കാം, പേടിക്കണ്ട. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ലായിരിക്കാം, പക്ഷെ വേറെ അവസരം കിട്ടും. നമ്മൾ ഒരുങ്ങിയത് ഒരിക്കലും വേസ്റ്റ് ആകത്തില്ല. നമ്മൾ ഒരുങ്ങിയ കാര്യങ്ങൾ എപ്പോഴും നമുക്ക് കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് എന്തുമാത്രം നിങ്ങൾ ഒരുങ്ങിയാലും അത് നമ്മൾ എഴുതി സൂക്ഷിച്ച് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ വേറെ അവസരങ്ങൾ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഒരുങ്ങുന്ന കാര്യങ്ങൾ ഒരിക്കലും വേസ്റ്റ് ആകത്തില്ല, പക്ഷെ അവിടെ അല്പം റെലവെന്റ് ആവത്തില്ല. അങ്ങനെ റെലവെന്റ് ആകാത്ത സമയത്ത് നമ്മൾ ഒരുങ്ങിയ കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞ് അവരെ ബോറടിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് അതിനൊരു ക്രമമായിട്ട് അത് അവസാനിപ്പിക്കുക. പറഞ്ഞ കാര്യങ്ങളെ ചിട്ടയായിട്ട് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് നമ്മൾ അതിന്റെ കൺക്ലൂഷനിലേക്ക് വരിക. അപ്പൊ ഇതാണ് അതിന്റെ 3 ഗാത്രങ്ങൾ. ഇനി ആമുഖത്തെക്കുറിച്ചും മറ്റും ചില കാര്യങ്ങൾ പറയാം. ഒന്നാമത് ആമുഖം നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ആമുഖം പല രീതിയിലാകാം. ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 10 മിനിറ്റ് പ്രസംഗത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ 2 മിനിറ്റ് കൂടുതൽ ആമുഖം പറയരുത്. അവിടെ 3 മിനിറ്റ് പ്രസംഗത്തിൽ ആമുഖത്തിൽ കഥ പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബോഡി പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും എന്തെങ്കിലും കഥ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ ലളിതമായ ലഘുവായ കഥ പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും കൊട്ടേഷൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ അത്. അപ്പം പല രീതിയിൽ തുടങ്ങാം. ഒന്നാമത്തേത് ഈ പറഞ്ഞതുപോലെ ഒരു ചെറിയ കഥ, അതല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ, ആരുടെങ്കിലും പറഞ്ഞ മഹത് വചനം പറഞ്ഞുകൊണ്ട് തുടങ്ങാം, അതല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഞാൻ ഓർക്കുന്ന, ഞാൻ പുനെ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ അച്ഛൻ ഉണ്ടായിരുന്നു. അച്ഛന് വളരെ നല്ല പ്രസംഗനാണ്. അപ്പൊ ഒരിക്കൽ ഇങ്ങനെ വന്ന് പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ആർ എ കേഴ്സ് ടു അവർ നേഷൻ. അപ്പൊ നമ്മളെ നോക്കിയിട്ട് ആദ്യം പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് വിളിക്കേണ്ടത്, വ്യഭിചാരികളെ എന്ന് വിളിക്കണം. പക്ഷെ അങ്ങനെ വിളിച്ചത് ഞങ്ങളെയല്ല, അങ്ങനെയുള്ളവര് ഒരു ശാപമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ആദ്യം കേട്ടപ്പോൾ തന്നെ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുക. അപ്പൊ അങ്ങനെ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും പിന്നെ അദ്ദേഹം പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കുമല്ലോ എന്നുള്ള ഒരു ചിന്തയിൽ പ്രസംഗം വളരെ കൗതുകത്തോടും ശ്രദ്ധയോടും കൂടി കേട്ടിരിക്കാൻ നമുക്കൊരു പ്രചോദനമായിട്ട് മാറുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തുടക്കം വളരെ പ്രധാനപ്പെട്ട ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ തുടങ്ങുന്നതിനെ കുറിച്ച് നേരത്തെ ചിന്തിച്ചു വരണം. അത് അതാണ് ഞാൻ അടിസ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഒരു വീട് വയ്ക്കുമ്പോൾ അടിസ്ഥാനമില്ലെങ്കിൽ അത് തകരുമെന്ന് പറഞ്ഞതുപോലെ ഒരു പ്രസംഗത്തിന്റെ ആരംഭമാണ് അതിന്റെ അടിസ്ഥാനം. ആ അടിസ്ഥാനം വളരെ വ്യക്തവും യുക്തവും സ്വീകാര്യവുമാകുന്ന രീതിയിൽ നമ്മൾ ക്രമപ്പെടുത്തി പറയുമ്പോഴാണ് പ്രസംഗം. അപ്പൊ ഒരു കഥയാകാം, ഒരു മഹത് വചനമാകാം, ഒരു ഹാസ്യ അനക്ഡോട്ടാകാം, അതുമല്ലെങ്കിൽ ഒരു കവിതയാകാം. ഇപ്പോഴത്തെ കാലത്ത് കവിതകൾ അറിയാവുന്ന എനിക്കറിയില്ല, അതിന് പണ്ടൊക്കെ ഞങ്ങൾ പഠിച്ച കുറെ കവിതകളൊക്കെ ഉണ്ടാവും, ഞങ്ങൾ കവിതകളൊക്കെ പറഞ്ഞ് തുടങ്ങുമായിരുന്നു. അതല്ലെങ്കിൽ നമുക്ക് പിന്നെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഈ ഒരു മീഡിയയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഹെഡിങ് ക്യാപ്ഷൻ കൊടുത്ത് തുടങ്ങാം. അതല്ലെങ്കിൽ ചെറുതിങ്ങനെ ഈ പിന്നെ ഒരു പരസ്യം കൊണ്ട് തുടങ്ങാം. ഇങ്ങനെയൊക്കെയുള്ള പല രീതികളും നമുക്ക് തുടങ്ങാം. അപ്പൊ അങ്ങനെ എങ്ങനെ തുടങ്ങിയാലും നമ്മുടെ കൺട്രോൾ ഒരിക്കലും പോകരുത്, നമ്മൾ ആശയത്തിലേക്ക് വരണം. അത് തുടങ്ങിയിട്ട് വേറെ അടുത്ത് പോകരുത്, നമ്മുടെ കൺട്രോൾ വിട്ടു പോകാതെ നോക്കിക്കോണം. അപ്പൊ ആദ്യം തുടങ്ങുന്നതിന് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ ആശയങ്ങളുടെ ഒരു വെളിച്ചത്തിലേക്ക് അനുവാചകരെ കൊണ്ടുവരുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ആദ്യത്തെ പ്രധാനപ്പെട്ട തുടക്കം വളരെ പ്രധാനപ്പെട്ട ആകയാൽ എങ്ങനെയാണ് തുടങ്ങുന്നതെന്നതിനെ കുറിച്ചുള്ളൊരു വ്യക്തത മനസ്സിലാക്കുകയാണെങ്കിൽ അതനുസരിച്ച് ആളുകളെ സ്വാധീനിക്കുവാനും പിടിച്ചെടുക്കുവാനും കഴിയുന്ന രീതിയിലുള്ള രീതികൾ ഉപയോഗിക്കുക. അപ്പൊ ചില സമയത്ത് നമ്മൾ ഒരുപക്ഷെ വേറെ ഭാഷകളുടെ കാര്യങ്ങൾ പറയുന്നതായിരിക്കാം. അത് ഒരുപക്ഷെ അത്രയും പങ്ക്തിയായിരിക്കണം നിർബന്ധമല്ല. ഇപ്പം അച്ഛന്മാരെ ചിലപ്പോൾ പ്രസംഗിക്കുമ്പോഴൊക്കെ ഹീബ്രുവും ഗ്രീക്കും ഒക്കെ പറയാറുണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ കുട്ടികളുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ കഴിയുന്നതും ഇംഗ്ലീഷ് മലയാള പ്രസംഗമാണെങ്കിൽ മലയാള പദങ്ങൾ മാത്രം ഉപയോഗിക്കുക. പിന്നെ ചില വാക്കുകൾ നമുക്ക് അതേപടി ഈ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റാത്ത ചില വാക്കുകളുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടത് വിശദീകരിക്കുന്നത് നന്നായിരിക്കും. പക്ഷെ പ്രസംഗം മുഴുവനും ഇങ്ങനെ മറുഭാഷയിലെ വാക്കുകൾ എടുത്തു പറഞ്ഞ് അപഗ്രഥിച്ച് പറയുന്നത് ക്ലാസ്സാണ്. അപ്പൊ അടുത്ത ആഴ്ച ഞാൻ പറയാം എന്താണ് ക്ലാസ്സും വിവിധ രീതിയിലുള്ള പ്രസംഗങ്ങൾ എന്നതിനെ കുറിച്ച് അടുത്ത ആഴ്ച പറയാം. അതുകൊണ്ട് ക്ലാസ് മോഡൽ പ്രസംഗം ഒഴിവാക്കിയിട്ട് പ്രസംഗം എന്നുള്ള റെട്ടറിക്കാണ്, ഒരു കലയാണ്. അപ്പൊ ആ കല നമ്മൾ അഭ്യസിപ്പിച്ചെടുക്കണം. അപ്പൊ കല എന്ന് പറയുന്നത്, അതിനാണ് നമ്മൾ പ്രസംഗ മത്സരങ്ങൾ നടത്തുന്നത്. ഈ കല എങ്ങനെയാണ് നിങ്ങൾ വികസിപ്പിച്ചെടുത്തെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ പ്രസംഗ മത്സരങ്ങൾ നടത്തുന്നത്. അപ്പൊ ഒരു കല ക്രമപ്പെടുത്തി എടുക്കണമെങ്കിൽ, കലയിൽ നമുക്ക് അതിന്റെ പ്രാവീണ്യം നേടണമെങ്കിൽ നമ്മളത് അഭ്യസിച്ച് പരിശീലിച്ച് അതിലേക്ക് നിരന്തരം വരണം. അപ്പൊ ഒരു ഗായകൻ നല്ലൊരു ഗായകനായിട്ട് മാറുന്നത്, ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്ന ആള് നല്ല ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്,
അല്ലെങ്കിൽ കളിക്കുന്ന ഒരു കളിക്കാരൻ നല്ല കളിക്കാരനായിട്ട് മാറുന്നതൊക്കെ പരിശീലനത്തിലൂടെയാണ്. അതുപോലെ പ്രസംഗം എന്ന് പറയുന്ന കലയെ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കുവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് പ്രസംഗത്തിന്റെ കാര്യങ്ങൾ ക്രമപ്പെടുത്തി ചെയ്യാൻ കഴിഞ്ഞാൽ അതിനൊരു വ്യക്തതയും സുതാര്യതയും ഉണ്ടാകും. നമ്മൾ എന്തുമാത്രം എഫേർട്ട് എടുത്താൽ അതൊരിക്കലും വേസ്റ്റ് ആകത്തില്ല. അത് കാരണം നമുക്ക് വ്യക്തിപരമായിട്ട് നമ്മൾ ഈ എടുക്കുന്ന എഫേർട്സ് എല്ലാം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞെടുക്കുകയാണ് നമ്മുടെ ആ കലയെ വികസിപ്പിച്ചെടുക്കുന്നതിന് സാധ്യമാകും. അപ്പൊ കല വികസിപ്പിച്ചെടുക്കുവാൻ ഉതകുന്ന രീതിയിലുള്ള പരിശീലനമാണ് നമ്മൾക്ക് തന്നെ നൽകേണ്ടത്. അപ്പൊ അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ഘടന എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ ആദ്യത്തെ പ്രധാനപ്പെട്ട ആമുഖത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് എങ്ങനെ തുടങ്ങണമെന്നതിനെ കുറിച്ചാണ്. എങ്ങനെ തുടങ്ങണമെന്ന് തുടങ്ങിയതിനു ശേഷം അടുത്ത് നമ്മൾ ഗാത്രത്തിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തുടക്കവും ഗാത്രവും തമ്മിൽ ബന്ധം ഉണ്ടായിരിക്കണം. ഞാനൊരു കഥ പറയാൻ വേണ്ടി കഥ പറയരുത്. ചില ആളുകൾ ഞാനൊരു കഥ പറഞ്ഞു തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാറുണ്ട്. ചില ആളുകൾ ഒരു തമാശ പറഞ്ഞുകൊണ്ട് തുടങ്ങാറുണ്ട്. അതൊക്കെ നമുക്ക് വലിയ പ്രസംഗവേദിയിലൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു ചില സമയത്ത് ഒരു ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ കുഴപ്പമില്ല, ഒരു ഹാസ്യം പറഞ്ഞുകൊണ്ടൊക്കെ തുടങ്ങാം. പക്ഷെ ഒരു സീരിയസ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് ചില സമയത്ത് ഹാസ്യ രൂപത്തിൽ പറഞ്ഞിട്ട് കുഴപ്പമില്ല, പക്ഷെ അത് പറയുമ്പോൾ അത് തീരെ തമാശയായിട്ട് എടുക്കാതിരിക്കുന്നു എന്ന് ഉറപ്പാക്കുക. ചില സമയത്ത് പള്ളിയിൽ ഞാൻ പ്രസംഗം പറയുമ്പോൾ ചില തമാശകളൊക്കെ പറഞ്ഞ് തുടങ്ങാറുണ്ട്. കാരണം അവിടുത്തെ ആളുകളെ കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഒരു പക്ഷേ അല്പം കൂടെ ഒരു സ്വീകാര്യത കിട്ടാൻ വേണ്ടി അങ്ങനെയൊക്കെ പറയാറുണ്ട്. ചില പേരെടുത്ത് ചില ആൾക്കാരെ കൂടെ പറഞ്ഞു. അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ ജർമ്മനിയിൽ ഒരു അച്ഛൻ്റെ പ്രസംഗം കേട്ട് അവിടെ അച്ഛൻ പത്രോസിനെ കുറിച്ച് പറയായിരുന്നു. അപ്പൊ ഇടവകയിൽ തന്നെ ഒരാളുണ്ട്, ഒരു സ്ത്രീയുടെ പേരാണ് പേത്ര. അപ്പൊ പത്രോസ് എന്നുമായിട്ട് അദ്ദേഹം പേത്ര എന്ന് പറഞ്ഞു. പേത്രയ്ക്ക് വലിയ നാവുള്ള ആളാണെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും കൂടി ചിരിച്ചു. അപ്പൊ എല്ലാവർക്കും അറിയാം ആ സ്ത്രീ എല്ലാം അധികം സംസാരിക്കുന്ന ആളാണെന്ന്. അപ്പം അതൊരു കുടുംബത്തിലുള്ളതുപോലെ നമ്മൾ പറയുകയാണ്. പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അത് ഒരു തമാശ രൂപത്തിൽ എടുത്തെങ്കിലും അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി നല്ല രീതിയിൽ അത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരു തമാശ പറയുകയാണെങ്കിൽ അത് കാര്യഗൗരവം വിടാതെ അതിന്റെ ആ ഒരു യോഗത്തിന്റെ ഭംഗി നഷ്ടപ്പെടാതെ പറഞ്ഞാൽ ആസ്വാദികരമായിട്ട് മാറും. അല്ലാതെ തമാശ പറയാൻ വേണ്ടി പറയാതിരിക്കുക, കഥ പറയാൻ വേണ്ടി പറയാതിരിക്കുക, കവിത പറയാൻ വേണ്ടി പറയാതിരിക്കുക, കൊട്ടേഷൻസ് പറയാൻ വേണ്ടി പറയാതിരിക്കുക, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ചെയ്യുന്ന ആ വിഷയത്തിനോട് ആത്മാർത്ഥത പുലർത്തുന്നതായിരിക്കണം നമ്മൾ പറയുന്ന ഓരോ കാര്യവും. അതുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങൾ പറഞ്ഞു പോകരുത്. അങ്ങനെ പറഞ്ഞ് നമ്മളെ വിഷയത്തെ ചടുലമാകുന്ന രീതിയിൽ, വ്യക്തമാകുന്ന രീതിയിൽ മാറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് തോമസ് അക്വിനാസ് എന്ന് പറയുന്നത് ദൈവശാസ്ത്രം പറയുന്നത് നമ്മള് എല്ലാത്തിനും ഒരു യുക്തിപരമായ ഘടന ആവശ്യമാണെന്ന്. അപ്പൊ നമ്മൾ യുക്തിപരമായ ഘടന വളരെ പ്രധാനപ്പെട്ടതാണ്. യുക്തി ഉപയോഗിക്കണം. നമുക്ക് ദൈവം തന്ന യുക്തി ഈ പ്രസംഗത്തിനെ ക്രമപ്പെടുത്തുന്നതിന് ഉപയോഗിക്കണം. ഉപയോഗപ്പെടുത്തുന്നതിന് എങ്ങനെയാണ്? നമുക്കൊരു പ്രസംഗം എഴുതിയിട്ട് അത് നമുക്ക് ആരോടും കാണിച്ചിട്ട് ഇതിന്റെ കുറവുകളൊക്കെ എന്താണൊക്കെ എന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രസംഗം എഴുതിയിട്ട് ആ പ്രസംഗത്തെ ഒന്ന് മെച്ചപ്പെടുത്തി തരാൻ വേണ്ടി നമുക്ക് അറിവുള്ളവരോട് ചോദിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ക്ലാസ്സുകളിലായിരുന്നെങ്കിൽ സ്കൂളിലായിരുന്നെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരുപാട് ആൾക്കാർ കാണുമല്ലോ. അവരോടൊക്കെ ഭാഷ അറിയാവുന്ന ആൾക്കാർ, അതല്ലെങ്കിൽ ആശയങ്ങൾ നല്ല രീതിയിൽ പറയുന്ന ആളുകൾ, അവരോട് നമ്മൾ സമ്പർക്കം നടത്തിയിട്ട് അത് കൂടുതൽ ക്രമപ്പെടുത്തുന്നതായിരിക്കും. അപ്പം പ്രസംഗം നമ്മൾ ഘടന ചെയ്യുന്ന സമയത്ത് നമുക്ക് പരമാവധി ആളുകളുമായിട്ട് ബന്ധപ്പെടുത്തി ഇതിനെ രൂപപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ ഭയങ്കര സക്സസ് ആകും. മറിച്ച് നമ്മൾ മാത്രം നമ്മുടെ താല്പര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഈ ഒരു പ്രസംഗത്തെ സ്വീകാര്യമായിട്ട് തോന്നുന്നില്ല. നമ്മുടേതായ ലോകത്തിൽ നമ്മൾ ഒതുങ്ങിക്കൂടും. അത് പാടില്ല. നമ്മളൊരു വിശാലമായ ലോകത്തിലാണ്. ആ വിശാലമായ ലോകത്തിൽ പരമാവധി ആളുകളുമായിട്ട് സമ്പർക്കത്തിലൂടെ ആ ഒരു ക്രമം നമ്മൾ നടത്തുമ്പോൾ ആ ഒരു പ്രസംഗം വളരെ മനോഹരവും ആകർഷകവുമായിട്ട് മാറും. അപ്പൊ നമ്മൾ ഈ ഘടന ഉപയോഗിച്ച് പ്രസംഗം പറഞ്ഞെന്ന് വിചാരിക്കും. അതിനുശേഷം രണ്ടു നേരത്തൊക്കെ ചോദിക്കുന്നതായിരിക്കും, എങ്ങനെയുണ്ടായിരുന്നു എന്റെ പ്രസംഗം? അത് മെച്ചപ്പെടുത്തുന്ന ഈ ചില ആൾക്കാരുടെ എല്ലാം കൊള്ളാന്ന് പറയാം. അങ്ങനെ ആൾക്കാരെ ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മളെ വസ്തുനിഷ്ഠമായിട്ട് അതിനെ അപഗ്രഥിച്ചുകൊണ്ട് നന്മയും തിന്മയും വിശകലനം ചെയ്ത് പറയാൻ പറ്റുന്ന ആളുകളോട് ചോദിക്കുക, എങ്ങനെയുണ്ടായിരുന്നു എന്റെ പ്രസംഗം? അതിന്റെ കുറവുകളൊക്കെ ഒന്ന് ചൂണ്ടിക്കാണിച്ചു തരാമോ? അതിലെങ്ങനെ മെച്ചപ്പെടുത്താൻ, കൂടുതൽ മെച്ചപ്പെടുത്താൻ എന്താ കഴിയും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആരായണം. അങ്ങനെ ആരാഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ നല്ല പ്രസംഗത്തിലേക്ക് വരേണ്ടത്. കാരണം പെർഫെക്റ്റ് ആയ ഒരു പ്രസംഗത്തിനും ഇല്ല ലോകത്തിൽ. ഓരോ പ്രസംഗത്തിനും അതിൻ്റെതായ പരിമിതികളും അതിൻ്റെതായ പൂർണ്ണതകളും ഉണ്ട്. ഓരോരുത്തർക്കും പ്രസംഗം എന്ന് പറയുന്നത് അവര് രൂപപ്പെടുത്തിയെടുത്ത കലയാണ്, അവരുടെ സ്വന്തം കലയാണ്. ആ കലയാണ് നമ്മൾ വിശദീകരിക്കുന്നത്. അപ്പൊ അത് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരെ. എന്നിരുന്നാലും പൊതുവായ ഒരു സ്വീകാര്യത കിട്ടുന്നതിന് വേണ്ടിയുള്ള ചില മാനദണ്ഡങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ അതിനെ സഹായിക്കുന്ന രീതിയിൽ നമ്മൾ പലരുമായിട്ടൊക്കെ ഒന്ന് ആശയവിനിമയം നടത്തുക, അവരുടെ ആശയങ്ങൾ ചോദിക്കുക, പറഞ്ഞതിന് ശേഷം പ്രസംഗം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുക. അങ്ങനെ നമ്മൾ ഒരു സമ്പർക്കത്തിലൂടെ പ്രസംഗം നടത്തുകയാണെങ്കിൽ നമ്മുടെ പ്രസംഗത്തിന് സ്വീകാര്യത ഉണ്ടാകും. അങ്ങനെ ഒരു ഹൃദ്യതയും സ്വീകാര്യതയുമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞ് സമാപിപ്പിക്കാം. നമ്മുടെ ഇന്ന് പ്രസംഗത്തിന്റെ
ഘടനയെക്കുറിച്ചാണ് കണ്ടത്. പ്രസംഗത്തിന്റെ ഘടന സംവിധാനം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പരിശ്രമിച്ചത്. അപ്പൊ നമ്മൾ പ്രസംഗത്തില് ഒരു വീടിന് എങ്ങനെയാണ് 3 ഭാഗങ്ങളുള്ളത് അതുപോലെ 3 ഭാഗങ്ങൾ ഉണ്ടാകണമെന്ന് പറയുണ്ടായി. ആമുഖവും അതിന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്ന പ്രസംഗത്തിന്റെ ഗാത്രവും മൂന്നാമത്തെ ക്രോഡീകരണവുമാണ്. ഈ 3 കാര്യങ്ങളുമാണ് പ്രസംഗത്തിന്റെ പ്രധാനമായിട്ട് വരേണ്ടത്. ഒന്നാമത്തെ ഭാഗത്ത് വരേണ്ടത് ആമുഖത്തില് അഭിസംബോധന ആവശ്യമാണ്, കോണ്ടസ്റ്റ് പറയേണ്ടത് ആവശ്യമാണ്, നമ്മുടെ ആശയ സാരാംശം പറയേണ്ടത് ആവശ്യമാണ്. ആശയങ്ങളുടെ ഒരു ലളിതമായ ലഘുവായ ഒരു വാക്യരൂപത്തിലുള്ള അവതരണം. അപ്പൊ അത് 3 ആയിരിക്കണം ആമുഖത്തില് പ്രധാനമായിട്ടും കണ്ടന്റായിട്ട് വരേണ്ടത്. രണ്ടാമത്തേത് നമ്മൾ കണ്ടത് പ്രസംഗത്തിന്റെ ഗാത്രമാണ്. ഒരു പ്രസംഗത്തിന്റെ ഉള്ളടക്കം എന്തായിരിക്കണം എന്നാണ്. ഉള്ളടക്കത്തിന് പ്രധാനമായിട്ട് വേണ്ട അതിന്റെ ബോഡി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ പ്രധാനമായിട്ടും നമുക്ക് ആശയങ്ങൾ ഉണ്ടാകണം, ഉപആശയങ്ങൾ ഉണ്ടാകണം. എത്ര ആശയങ്ങളുണ്ടെന്ന് സമയത്തിന്റെ ക്രമമനുസരിച്ച് തീരുമാനിക്കാം. പക്ഷെ പ്രധാനപ്പെട്ട 3 ആശയങ്ങളോ 2 ആശയങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും പ്രസംഗത്തിന് നല്ലത്. ഈ ആശയങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു സെറ്റ് എന്നുള്ള കാര്യം ഞാൻ പറയുകയുണ്ടായി. ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിൾസ് ആയിരിക്കാം, അതുമല്ലെങ്കിൽ ഒരു ടെസ്റ്റ് മണി ആയിരിക്കാം. ഇത് 3മാണ് ഈ പ്രസംഗത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പോൾ ഒരു മതപരമായ നമ്മളെ പള്ളിയിലുള്ള പ്രസംഗമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ബൈബിൾ വാക്യങ്ങൾ ഉപയോഗിക്കാം. അതാണ് 3ാമത്തെ ഒരു ടെസ്റ്റ് മണിയിൽ വേണ്ടത്. മറിച്ച് നമ്മളൊരു സെക്കുലറായിട്ടാണ് പ്രസംഗിക്കുന്നതെങ്കിൽ ബൈബിൾ കൊട്ടേഷൻ നിർബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏത് ഓഡിയൻസിനോട് എങ്ങനെ എന്താണ് സംസാരിക്കുന്നതനുസരിച്ചാണ് ബൈബിൾ വാക്യങ്ങൾ വേണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത്. ഇനി ബൈബിൾ വാക്യങ്ങൾ നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സെക്കുലർ ഓഡിയൻസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടൊക്കെ മഹാന്മാരുടെ ആശയങ്ങൾ പറയാം. എത്രയോ മഹാന്മാര് അതുമായിട്ട് ബന്ധപ്പെട്ട നല്ല ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം. അതൊക്കെ കോട്ട് ചെയ്ത് പറയാൻ കഴിയുന്നതാണ്. കോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കോട്ട് ശ്രദ്ധയോടുകൂടി പഠിച്ച് പറയണം. അതിന് നോട്ട് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. തെറ്റാണെന്ന് തോന്നുന്നെങ്കിൽ നമ്മൾ ആ കോട്ട് അയാളുടെ പേരിൽ പറയരുത്. കോട്ട് കറക്റ്റായിട്ട് കോട്ട് ചെയ്ത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അവരോട് ചെയ്യുന്ന അപരാധമായിരിക്കാം. അതാരെങ്കിലും കേസ് കൊടുത്താൽ പിന്നെ പ്രശ്നമാവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ കോട്ട് ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കോട്ടേഷൻസ് ഒക്കെ ഹൃദ്യമായിട്ട് പഠിച്ച് പറയുക, അല്ലെങ്കിൽ എഴുതിക്കൊണ്ട് അത് കൊട്ടേഷൻ അതുപോലെ വായിക്കുന്നതിന് തിരക്കേടില്ല. അപ്പൊ അത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. പിന്നെ അതിന്റെ രണ്ടാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അതിന്റെ ഗാത്രത്തിൽ വേണ്ട കാര്യങ്ങൾ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ വേണ്ട വേറൊരു കാര്യം കൂടെയാണ് ആപ്ലിക്കേഷൻ. പ്രായോഗികമായ നിർദ്ദേശങ്ങൾ പറയാം, എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പ്രായോഗികമാക്കേണ്ടത് പറയാം. മൂന്നാമത്തേതാണ് ക്രോഡീകരണം. ക്രോഡീകരണം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ ക്രോഡീകരിക്കുക എന്നുള്ളതാണ്. പുതിയ ആശയങ്ങൾ പറയുന്നതല്ല. ആവർത്തന വിരസത ഒഴിവാക്കിക്കൊണ്ട് പ്രധാനപ്പെട്ടത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുക. അബ്രപ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു നിർത്തല് ചിലപ്പോൾ നല്ലതായിരിക്കും, ചിലപ്പോൾ മോശമായിരിക്കും. ഞാൻ ആരംഭദശയിൽ നിങ്ങളോട് പറയുന്നത് ഈ പെട്ടെന്നുള്ള ഒരു നിർത്തൽ ഒഴിവാക്കുക. ഗ്രാജുവലായിട്ടുള്ള ക്രമേണയുള്ള ഒരു നിർത്ത് മതി. കാരണം തുടക്കത്തിൽ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് നിർത്തുമ്പോൾ നമ്മൾ എവിടെ എപ്പോൾ നിർത്തണമെന്ന് പിടിയില്ല. നമ്മൾ നേരത്തെ ഒരുങ്ങി മനസ്സിൽ ഒരുപാട് പ്രസംഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വരുമ്പോഴും നമുക്ക് ചില സമയത്ത് ടക്കന ഒരു പ്രസംഗം പറഞ്ഞ് നിർത്തുമ്പോൾ ഏതെങ്കിലും ഒരു വാക്യം പറഞ്ഞ് നിർത്തുമ്പോൾ അത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യും, ആൾക്കാരത് മനസ്സിലിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ലത് തന്നെയാണ്. അങ്ങനെയുള്ള വ്യത്യസ്തമായ മാർഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അത് ആദ്യം വേണ്ടത് ഈ ഒരു ചിട്ടയോടുകൂടി പ്രസംഗങ്ങൾ എഴുതി പഠിക്കുക. അങ്ങനെ ചിട്ടയോടും ക്രമത്തോടും കൂടെ പ്രസംഗങ്ങൾ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഘടനയിൽ നമുക്ക് നിൽക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഘടന വിട്ട് നമ്മുടേതായ രീതിയിൽ സ്വാതന്ത്ര്യത്തോടെ പറയാൻ പറ്റും. പക്ഷെ ആദ്യം ഈ ചിട്ടയും ഘടനയും നിങ്ങൾ സ്വന്തമാക്കണം. അങ്ങനെ സ്വന്തമാക്കി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രസംഗം ചാരുതയുള്ളതായിട്ടും അനുഗ്രഹപ്രദമായിട്ടും സ്വീകാര്യമുള്ളതായിട്ട് മാറും. അങ്ങനെ നല്ല പ്രസംഗകരാകാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ആരെങ്കിലും സംശയങ്ങളുണ്ടോ ചോദിക്കാം. കൈ ഉയർത്തിയാൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാമോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. പറഞ്ഞോളൂ. എന്റെ മാത്രം എന്റെ ഡൗട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഒരു യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് അധ്യക്ഷനാണ്. അതിനുശേഷം അപ്പൊ അതിനകത്ത് ഒരു മുഖ്യ അതിഥിയും പിന്നെ ഉദ്ഘാടകനും ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ സ്വാഗത പ്രസംഗമാണ് പറയുന്നെങ്കിൽ ആദ്യം അധ്യക്ഷൻ പറയുന്നു, പിന്നെ അടുത്ത അതിന്റെ ഹൈറാർക്കി എങ്ങനെയാണ്? ഇപ്പൊ അതാണ് ഈ മുഖ്യ അതിഥി എന്ന് പറയുന്ന ഉദ്ഘാടകൻ. അദ്ദേഹം ആയിരിക്കും മിക്കവാറും ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മൾ സാധാരണ പ്രധാനപ്പെട്ട ഒരാളെ വിളിക്കുമ്പോൾ നമ്മൾ നേരത്തെ പ്രോട്ടോകോൾ അനുസരിച്ച് ചിന്തിക്കണം, ആരാണ് ഏറ്റവും ശ്രേഷ്ഠമായ ആളായിരിക്കും മിക്കവാറും ഉദ്ഘാടനമായിട്ട് വരുന്നത്. പക്ഷെ ഉദ്ഘാടകനായിരുന്നാലും ആദ്യം നമ്മൾ അഭിസംബോധന, യോഗത്തെ നയിക്കുന്ന ഒരാൾ എപ്പോഴും അധ്യക്ഷനാണ് നമ്മൾ ആദ്യം അഭിസംബോധന ചെയ്യേണ്ടത്. കാരണം അദ്ദേഹമാണ് ആ യോഗത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സാധാരണഗതിയിൽ ഈ അധ്യക്ഷന്മാരായിരിക്കുന്നത് മിക്കവാറും ഒക്കെ അതുമായിട്ട് ആ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട ആളുകളായിരിക്കും. ഇപ്പൊ ഇടവകയിലാണെങ്കിൽ എന്തെങ്കിലും പരിപാടിക്ക് അച്ഛനായിരിക്കും അധ്യക്ഷനായി വരുന്നത്. ബിഷപ്പായിട്ട് വരുന്ന ആൾ മിക്കവാറും ഒക്കെ നമുക്ക് പലപ്പോഴും അതിന്റെ ഈ പ്രോട്ടോകോൾ അറിയാത്തവരോട് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകും.
അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അധ്യക്ഷൻ എന്ന് പറയുന്നത് ആ യോഗത്തെ ക്രമീകരിക്കുന്നത്. അതുകൊണ്ട് പണ്ടാണ് ഉപക്രമവും ഉപസംഹാരവും ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പ്രസംഗം പറഞ്ഞ് ഒതുക്കാറുണ്ട്. അപ്പൊ ഏതായാലും ആ അധ്യക്ഷനെ നമ്മൾ നേരത്തെ നിശ്ചയിക്കണം. യോഗം നടത്തുന്ന ആളുകൾ ആരായിരിക്കണം അധ്യക്ഷനെന്നും ആരായിരിക്കണം. അപ്പൊ അടുത്ത പ്രധാനപ്പെട്ട നമ്മൾ വിളിക്കുന്ന ഒരാൾ, അയാൾ വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് അപ്പൊ അയാൾ ഇരിക്കണമെന്ന് നിർബന്ധമല്ല, അയാൾ പോകും. പിന്നീട് നമ്മൾ പ്രധാനപ്പെട്ട ആളുകളുണ്ട്, നമ്മൾ അക്കോമഡേറ്റ് ചെയ്യണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അനുഗ്രഹ പ്രഭാഷകർ എന്ന് കൊടുക്കുന്നത്. അങ്ങനെ അവർക്ക് പ്രധാനപ്പെട്ട റോൾ ഉണ്ടാകും. അനുഗ്രഹ പ്രഭാഷകർ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ആളുകളായിരിക്കും. പിന്നെ കൊടുക്കുന്നതാണ് ആശംസ. ആശംസ കൊടുക്കുന്നത് സാധാരണഗതിയിൽ അത്രയും പ്രധാനപ്പെട്ട വ്യക്തികളായിരിക്കത്തില്ല. പിന്നെ നമ്മുടെ ആ പ്രസ്ഥാനമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ ആയിരിക്കും ആശംസകൾ കൊടുക്കുന്നത്. അപ്പൊ പ്രധാനപ്പെട്ടത് അധ്യക്ഷൻ, അത് കഴിയുമ്പോൾ ഉദ്ഘാടനം വരും. മുഖ്യ അതിഥി എന്ന് പറയുന്നത് ഉദ്ഘാടനമായിരിക്കും, അല്ലെങ്കിൽ അനുഗ്രഹ പ്രഭാഷകരായിരിക്കാം. ഏതാണോ യോഗത്തിന്റെ സ്വഭാവം അനുസരിച്ച് തീരുമാനിക്കാവുന്ന. സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, ഈ ക്രോഡീകരണം നടത്തുമ്പോ ശബ്ദം കുറച്ച് ആശയങ്ങൾ പറഞ്ഞു കൊണ്ടുവരിക എന്ന് പറയുമ്പോ അതെന്താ അച്ഛാ അങ്ങനെ ഉദ്ദേശിക്കുന്നത്? അതായത് ഞാൻ ഈ ശക്തമായിട്ട് ആശയങ്ങൾ പറഞ്ഞു വരുന്നു. പിന്നെ നമ്മുടെ ടോണിൽ ഒരു വ്യത്യാസം എന്നാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ ശബ്ദം തീരെ കുറയ്ക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മുടെ ആ ടോൺ, നമ്മൾ പറഞ്ഞു വരുന്ന ടോൺ ഉണ്ടല്ലോ, ഞാൻ ശക്തമായിട്ട് പറഞ്ഞു വരുന്നു. പിന്നെ അടുത്ത അതേ ടെമ്പോയിൽ പോകുമ്പോൾ ആൾക്കാർക്ക് എന്താ പ്രശ്നം തോന്നും, നമുക്ക് അടുത്ത ടോൺ മാറ്റുക. അതാണ് ആദ്യത്തെ ഉപയോഗിക്കുന്ന ടോണിൽ നിന്ന് വ്യത്യസ്തമായ ടോൺ എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ തീരെ ശബ്ദം കുറച്ച് ലോ എന്നുള്ള അർത്ഥത്തിലല്ല, ടോൺ മാറ്റുക, ടെമ്പോ മാറ്റുക, അതാണ് ഉദ്ദേശിച്ചത്. അച്ഛാ, അച്ഛൻ ആദ്യം പറഞ്ഞില്ലേ, ആദ്യം അധ്യക്ഷന് കൊടുക്കണം, അധ്യക്ഷന് വേണ്ടി അധ്യക്ഷനാണ് ആദ്യം പറയേണ്ടതെന്നല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതെങ്കിലും അച്ഛാ, ഹലോ, അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ചില കോഡ്സ് ഒക്കെ ഉപയോഗിക്കാൻ പറയുന്നില്ലേ? അതെപ്പോഴാ ഉപയോഗിക്കേണ്ടത്? ഈ അധ്യക്ഷന് ഉദ്ഘാടനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണോ കോഡ്സ് ഉപയോഗിക്കാൻ പറയുന്നത്? കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് എക്സാമ്പിൾ ഒക്കെ പറയാൻ പറയുന്നില്ലേ? അതൊക്കെ പ്രസംഗത്തിന്റെ കണ്ടന്റാണ്. ഞാൻ പറഞ്ഞത് അത് പിന്നെയാണ് പറയുന്നത്. അതെ, ആദ്യം പറഞ്ഞത് പ്രസംഗത്തിന്റെ ആമുഖത്തിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ വരുന്നത്. പിന്നെ കണ്ടന്റ് പ്രസംഗത്തിന്റെ കാത്ത്, അതിലാണ് ഈ പറഞ്ഞ കോഡ് ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ. അതതിന്റെ ഭാഗമാണ്, അതിന്റെ ആദ്യത്തെ അല്ല. രണ്ട് കൺഫ്യൂഷൻ ആയിരുന്നു. അച്ഛാ, ഈ പ്രോട്ടോകോളിന്റെ ഒരു സംശയമാണ് വരുന്നതേ. ഇപ്പം നമ്മളിപ്പോ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അഭിമന്യ പിതാവ് വരുന്നൊരു ചടങ്ങാന്ന് വെച്ചോ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മുടെ ഇടവകര വികാരി അച്ഛൻ അധ്യക്ഷനാകുന്നു. അപ്പോൾ നമ്മള് അഭിമന്യ പിതാവിനല്ലേ നമ്മൾ സാധാരണ നമ്മുടെ ഒരു ഇത് വെച്ചുകൊണ്ട് പറയുന്നത് ആദ്യം പിതാവിനെ അല്ലേ അത് സംഭവം ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ പിതാവിനെ ഇരുത്തുക അധ്യക്ഷനുണ്ട്. പക്ഷെ പ്രോട്ടോകോൾ അനുസരിച്ച് എപ്പോഴും അധ്യക്ഷനാണ് നമ്മൾ ആദ്യം അഭിസംബോധന ചെയ്യേണ്ടത്, ആരാണ് യോഗത്തെ നയിക്കുന്നത്. പക്ഷേ വിശിഷ്ടാതിഥികളായിരിക്കും എപ്പോഴും. ഇപ്പൊ നമ്മുടെ മന്ത്രിമാർ വരുമ്പോഴും മന്ത്രിമാര് അധ്യക്ഷനായിരിക്കും, MLA ആണെങ്കിൽ MLA ആയിരിക്കാം അധ്യക്ഷൻ, അല്ലെങ്കിൽ MP ആയിരിക്കും അധ്യക്ഷൻ, മന്ത്രി ആണെങ്കിൽ മന്ത്രി ഉദ്ഘാടകനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആദ്യം അവരെ അഭിസംബോധന ചെയ്തിട്ട് മാത്രമേ അവരോട് ചെയ്യാവൂ. നമ്മൾ ചിലപ്പം അവർക്ക് അധിക പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി ചെയ്യാറുണ്ട്, അത് ശരിയല്ല. നമ്മള് പ്രോട്ടോകോൾ അനുസരിച്ച് ചെയ്യേണ്ടതായിരിക്കും തന്നെ നല്ലത്. അച്ഛാ, നമ്മള് ഇൻട്രൊഡക്ഷൻ പറയുമ്പോഴേ നമ്മള് ഇപ്പോ വിശിഷ്ട അധ്യക്ഷനാണെങ്കിൽ അധ്യക്ഷനെ പറ്റിയിട്ട് 1-2 കാര്യങ്ങള്, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടാവോ? കഴിയുന്നതും ഈ നമ്മുടെ പ്രസംഗത്തിൽ സ്വാഗത പ്രസംഗം പറയുമ്പോൾ പറയാം. നമ്മള് ഒരു പ്രസംഗം പറയുമ്പോൾ അവിടെ വീണ്ടും അധ്യക്ഷനെ കുറിച്ച് നീട്ടി പറയുന്നത് ശരിയല്ല. കാരണം നമ്മുടെ ധർമ്മം ഒരു ആശയം പറയുന്ന, ആ യോഗത്തിന് ചേർന്ന് ഒരു ആശയം പറയാന്നുള്ളതാണ്. അല്ലാതെ ആ അധ്യക്ഷനെ പരിചയപ്പെടുത്തുക എന്നുള്ളതല്ല. പരിചയപ്പെടുത്തലാണ് സ്വാഗത പ്രസംഗത്തിന്റെ ധർമ്മം. അപ്പോൾ സ്വാഗത പ്രസംഗം പറയുന്ന ആളുകൾ എന്താണ്, അയാൾ ആരെ കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറയും. അതുകൊണ്ട് വീണ്ടും അത് ആവർത്തിച്ച് പ്രസംഗിക്കുന്നവൻ പറയേണ്ട ആവശ്യമില്ല. രണ്ടാണ്. സ്വാഗത പ്രസംഗം അത് അലൗഡ് ആണ് അല്ലേ? അതെ, സ്വാഗത പ്രസംഗത്തിന്റെ ലക്ഷ്യം അതാണല്ലോ, ആളെ പരിചയപ്പെടുത്തുക എന്നതാണ്. അപ്പൊ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ അയാളെ സ്വാഗതം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ചില സമയങ്ങളിൽ ഇൻട്രൊഡ്യൂസിങ് എന്ന് പറഞ്ഞാൽ സ്വാഗതം കൂടാതെ ഇൻട്രൊഡ്യൂസിങ് കാണും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ മിക്കവാറും ഇപ്പൊ അങ്ങനെ 2 വിളിക്കാറില്ല, ഒരാൾ തന്നെ ആയിരിക്കാം സ്വാഗതം പറയുവാനും. ഉദ്ദേശിക്കുന്ന ഈ MC ഒക്കെ ചെയ്യുന്ന സമയത്ത്, മെയിൻ കോർഡിനേഷൻ ചെയ്യുന്ന സമയത്ത് അച്ഛൻ ഇപ്പൊ പറഞ്ഞതുപോലെ പരിചയപ്പെടുത്തുന്ന, രണ്ടാമത് പരിചയപ്പെടുത്തുന്ന ആ ഒരു ശൈലിയായിരിക്കും ഉദ്ദേശിക്കുന്നത്. MC വന്നാൽ MC അധികം ഒന്നും പറയാൻ പാടില്ല. ചിലപ്പോൾ MC ആയിരിക്കും കൂടുതൽ പ്രസംഗിക്കുന്നത്. MC-യെ കുറിച്ച് അടുത്ത ആഴ്ച പറയാം. MC-യുടെ റോളും മറ്റു സ്വാഗതത്തിൽ ഓരോരുത്തരുടെ വ്യത്യസ്തത വെച്ച് അടുത്ത ആഴ്ച ഞാൻ പറയാം ആരൊക്കെയാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ MC ആയിട്ട് വന്ന ആള്
നീട്ടിയ ആളെ കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. MC എന്നുള്ള ജസ്റ്റ് ഒന്ന് ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ആ ഒരു സിറ്റുവേഷൻ ചെയ്യുക എന്നുള്ള അർത്ഥം മാത്രമാണ്, അല്ലാതെ അയാള് പ്രസംഗകനൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു ഭംഗിയൊക്കെ ഉള്ള ഒരാള് നല്ലോണം പറയുന്ന ആളുകളെയൊക്കെ നിർത്തി ആദ്യത്തെ ഒരു യോഗത്തിലേക്ക് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക, അതാണ് ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. അതാണ് MC യുടെ ലക്ഷ്യം. അല്ലാതെ MC നീണ്ട പ്രസംഗങ്ങളൊന്നും പറയാൻ പാടില്ല. അപ്പൊ ഏതായാലും സ്വാഗതം പറയുന്ന ആളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളും ഒന്നായാലും കുഴപ്പമില്ല. രണ്ടായി കഴിഞ്ഞാൽ സ്വാഗതം പറയുന്നത് ജനറൽ ആയിട്ട് കോൺടെസ്റ്റ് പറയുക, അത് ഓരോ സന്ദർഭം അനുസരിച്ച് മാറി വരും. ചില സമയത്ത് സ്വാഗതം പറയുന്ന ആൾ ഒരു ആമുഖ പ്രസംഗം പോലെ പറഞ്ഞിട്ടായിരിക്കാം സ്വാഗതത്തിലേക്ക് കടക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അത് നേരത്തെ പറയുമായിരിക്കും, ഇന്നാണ് കോൺടെസ്റ്റ് എന്ന് പറയാൻ വേണ്ടി പറയും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ. പക്ഷെ എന്താണെന്നുള്ളൊരു വ്യക്തത ഉണ്ടാകണം. അപ്പൊ അങ്ങനെ ഈ യോഗത്തെ ക്രമപ്പെടുത്തുമ്പോൾ യോഗം ക്രമപ്പെടുത്തുന്ന ആളുകൾക്ക് ആരൊക്കെ എന്തൊക്കെയാണെന്നുള്ള വ്യക്തത ഉണ്ടാകണം. ആ വ്യക്തതയോടുകൂടി മാത്രമേ യോഗത്തിലേക്ക് ആളുകളെ വിളിക്കാവൂ, അല്ലെങ്കിൽ ആകപ്പാടെ ഒരു കൺഫ്യൂഷനിലേക്ക് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് ക്രമപ്പെടുത്തി നല്ല രീതിയിൽ യോഗം ക്രമപ്പെടുത്തിയാൽ പ്രോട്ടോകോളൊക്കെ നോക്കി നല്ല രീതിയിൽ യോഗങ്ങൾ ക്രമപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. സ്വീകരിക്കട്ടെ. ഈ അച്ഛനെ പറഞ്ഞല്ലോ, ആമുഖത്തില് നമ്മൾ അഭിസംബോധന ആദ്യം ചെയ്യണം, പിന്നെ എങ്ങനെ തുടങ്ങണം എന്നുള്ളതിന്റെ കൊട്ടേഷൻ പറഞ്ഞ് തുടങ്ങാന്ന് പറയും. അപ്പൊ ഈ അഭിസംബോധന കഴിഞ്ഞാണോ നമ്മുടെ? അഭിസംബോധന കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന തുടക്കം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇതാണ് അഭിസംബോധന ചെയ്തു, എന്റെ വിഷയം പറഞ്ഞു, പിന്നെ കോൺടെസ്റ്റ് പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തതിലേക്കാണ് തുടക്കം വരുന്നത്. ആ പ്രധാനപ്പെട്ട ആശയം നമ്മൾ അവതരിപ്പിക്കുമ്പോഴുണ്ടാകുന്ന തുടക്കമാണ്, അതാണ് പ്രസംഗത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. മറ്റത് ഒരു മൂന്ന് ഘടകങ്ങളാണ്, വ്യത്യസ്തമായ ഘടകങ്ങളാണ്. ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി നമ്മൾ അഭിസംബോധന ചെയ്യുവാനും ആളുകളെ നമ്മുടെ ആ വിഷയത്തിലേക്ക് ഒന്ന് വരുവാനുള്ള അത് അധിക സമയം പോകില്ലല്ലോ, ഒരു മിനിറ്റ് കൊണ്ട് നമ്മളെല്ലാം പറഞ്ഞു തീർക്കുകയാണ്. പിന്നീടാണ് നമ്മൾ ഈ ഒരു ചലഞ്ചിലേക്ക് വരുന്നത്. അതാണ് ഒരു കഥ എന്താണോ വേണ്ടത് അവിടെയാ വരേണ്ടത്. ഓക്കെ, പറയൂ. അച്ഛാ, ഈ ആമുഖത്തില് പിന്നെ നല്ലൊരു അഭിപ്രായം വേണം. അപ്പൊ ആമുഖത്തില് ഫസ്റ്റ് അഭിവാദനാണ് ചെയ്യുന്നത്. സെക്കൻഡ് നമ്മൾ ഇരിക്കുന്ന സാഹചര്യമാണ് പറഞ്ഞത് അച്ഛൻ. പിന്നെ മൂന്നാമത്തെ സാരാംശം എന്ന് പറഞ്ഞു, അതാണ് മനസ്സിലാവാത്തത്. അതിന്റെ സാരാംശം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് പോയിന്റ്? ഇതാണ് വിദ്യാഭ്യാസ സംബന്ധിച്ച് മതബോധന വാർഷികം എന്ന് വിചാരിക്കുക. മതബോധന വാർഷികം എന്നുള്ള ഒരു സമയത്ത് നമ്മൾ പ്രസംഗിക്കാൻ വേണ്ടി പോകണം, ആശംസ പറയാൻ വിളിച്ചിരിക്കുക. അങ്ങനെ വിളിക്കുന്ന സമയത്ത് ആദ്യം അതിൽ അധ്യക്ഷനായിരിക്കുന്ന വികാരിച്ചനായിരിക്കും, വികാരിച്ചനെ പറയുക. ഏതെങ്കിലും ഒരാള് വിശിഷ്ടാദികൾ ആരെങ്കിലും വന്ന് കാണാൻ, രൂപതയിൽ നിന്ന് ആരെങ്കിലും, അദ്ദേഹത്തെ ഉദ്ഘാടനായിരിക്കും. അത് രണ്ടും കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവരെ അഭിസംബോധന ശേഷിച്ചിട്ട് പിന്നെ സ്റ്റേജിൽ ആരെങ്കിലും അവരെ അഭിസംബോധന ചെയ്യുന്നു. രണ്ടാമത് നമ്മളൊന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇന്നതിന് വേണ്ടിയാണ്, മതബോധന വാർഷികത്തിന് വേണ്ടിയാണല്ലോ, അതാണ് കോൺടെസ്റ്റ്. മൂന്നാമത് എന്താണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള കാര്യമാണ് അടുത്ത് പറയേണ്ടത്. അതാണ് സാരാംശം എന്ന് പറയുന്നത്. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് മതബോധനത്തിന്റെ ഈ കാലഘട്ടത്തിൽ മതബോധനത്തിന്റെ ആവശ്യതയെക്കുറിച്ചാണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നതെങ്കിൽ അതങ്ങ് പറയുക. നമുക്ക് അത് അതേപോലെ ഞാൻ പറയാൻ പോകണമെന്ന് പറയണമെന്നില്ല, ഒരു ക്രിയാത്മക മടിയിൽ പറയാം. ഇന്ന് മതബോധനം അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മതബോധനത്തിന്റെ അനിവാര്യം നമുക്ക് പര്യാലോചിക്കാം, അങ്ങനെ പറഞ്ഞ് ആ വിഷയത്തെ ഒന്ന് അവതരിപ്പിക്കാം. അപ്പൊ അയാളുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു വിഷയങ്ങൾ, ഞാൻ പറയാൻ പോകുന്ന വിഷയം ഇതാണ്, ആ വിഷയത്തിന്റെ വിശകലനമായിരിക്കണം ത്രൂഔട്ട് ഉണ്ടാകേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ ഈ സാരാംശം എന്ന് പറയുന്നത് ഞാൻ ബോഡിയിൽ പറയാൻ പോകുന്ന കാര്യത്തിന്റെ ഒരു ലഘുവായ ഒരു സമ്മറൈസേഷൻ ആണ്, ഒരു ക്രോഡീകരണമാണ്. അപ്പൊ അത് എപ്പോഴും എന്റെ അതാണ് ത്രെഡ് എന്ന് പറയുന്നത്, ദ സ്പീച്ചിന്റെ ഒരു ത്രെഡ് എന്ന് പറയുന്നത്. ആ ത്രെഡ് ഒരിക്കലും വിട്ടുകളയരുത്. അപ്പൊ അവസാനം വരെ നമ്മുടെ മനസ്സിലൊരു ത്രെഡ് ഉണ്ടാകണം, ആളുകൾക്ക് ആ ത്രെഡ് കിട്ടണം. അത് നമ്മൾ പിന്നെ അയാൾ പ്രസംഗം കേട്ട് മടങ്ങിപ്പോഴും എപ്പോഴും മനസ്സിൽ മടങ്ങിയിരിക്കേണ്ട ഈ ഒരു ത്രെഡ് ആയിരിക്കണം. ഇതാണ് അയാൾ പറഞ്ഞത്. അപ്പൊ അതാണ് എൻ്റെ ഒരു സാരാംശം എന്ന് പറയുന്നത്. ഓക്കേ, താങ്ക് യു ഫാദർ. പ്രൈസ് ദ ലോർഡ്. ഫാദർ പറഞ്ഞ് ആമുഖം 1 മിനിറ്റിനകം പറയണം, പിന്നെ ബോഡി എത്ര മിനിറ്റ് എടുക്കണം? ഞാൻ പറഞ്ഞത് 10 മിനിറ്റുള്ള ഒരു പ്രസംഗമാണെങ്കിൽ പരമാവധി 2 മിനിറ്റ് ആമുഖം, 7 മിനിറ്റ് ബോഡി, 1 മിനിറ്റ് കൺക്ലൂഷൻ. ഇതാണ് അതിന്റെ ഒരു ക്രമം. അപ്പൊ 5 മിനിറ്റ് ആണെങ്കിൽ അതിന്റെ പകുതിയാക്കും. എത്ര സമയം നമ്മൾ പ്രസംഗിക്കുന്നു അതനുസരിച്ച് നമുക്ക് അതിനെ ക്രമപ്പെടുത്താൻ പറ്റും. ഓക്കെ, താങ്ക് യു ഫാദർ. എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു പ്രസംഗത്തിൽ ഇപ്പൊ ഒരു ടോപ്പിക് നമുക്ക് കിട്ടുമ്പോൾ അതിൽ ചിലപ്പോൾ നമുക്ക് നെഗറ്റീവും പറയാൻ കാണും, പോസിറ്റീവും പറയാൻ കാണുമെങ്കിൽ അത് രണ്ടും നമുക്ക് ആ ബോഡിയിൽ ഉൾപ്പെടുത്താമോ? പിന്നെ കൺക്ലൂഷനിൽ ഇത് രണ്ടും നമുക്ക് പറയാവോ? അതാണ് നെഗറ്റീവും പോസിറ്റീവും പറയുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ 10 മിനിറ്റിനുള്ളിൽ എനിക്ക് പറയാൻ പറ്റുമോ നോക്കണം. രണ്ടാമത് നെഗറ്റീവ് പറഞ്ഞിട്ട് അത്
ഒരുപക്ഷെ എനിക്ക് അതുവഴി നെഗറ്റീവായ ഇംപ്രഷനാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, ഫലം ഉണ്ടാകുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ കഴിയുന്നതും പോസിറ്റീവായി പറയാൻ, നെഗറ്റീവ് തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് പറയാം. ഒരു യോഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ നെഗറ്റീവായിട്ടെല്ലാം ക്രിട്ടിസൈസ് ചെയ്യാതെ ഇത് പിന്നെ നമ്മുടെ ഒരു ഡിപ്ലോമാറ്റിക് കാര്യങ്ങളെന്ന് പറയാറുണ്ടല്ലോ, അത് പ്രസംഗത്തിൽ ഉണ്ടായിരിക്കും, നന്നായിരിക്കും. അതിൽ കൂടെ ഡിപ്ലോമസി കീപ്പ് ചെയ്തുകൊണ്ട് പിന്നെ ആർക്കും പ്രയാസം ഉണ്ടാകാതിരിക്കുക, പറയുകയും ചെയ്യണം, പറയാതിരിക്കുകയും ചെയ്യണം. അങ്ങനെ ഒരു കോൺടെക്സ്റ്റിൽ പറയുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഓഡിയൻസ് ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അവരോട് പറഞ്ഞ് പിന്നെ ഇത് നിങ്ങൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അല്പം കൂടെ സീരിയസ് ആയിട്ട് പറയാം. പക്ഷേ നമ്മളൊരു ആദ്യമായിട്ട് പോകുന്ന ഒരു പ്രസംഗത്തിന് ഇങ്ങനെ നമ്മൾ നെഗറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒത്തിരിയധികം അസ്വസ്ഥതകൾ നമുക്കും ഉണ്ടാകും. കാരണം നമുക്ക് അറിയില്ലല്ലോ ആൾക്കാരുടെ സ്വഭാവം എന്നാണ്, അവരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല. ചില സമയത്ത് പ്രസംഗം കഴിയുമ്പോൾ ഒരു പക്ഷേ ആൾക്കാരൊന്ന് ചോദ്യം ചെയ്യാൻ രാഷ്ട്രീയമായിട്ടുള്ളതാണെങ്കിൽ ആൾക്കാർ കൈവയ്ക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കണം. അപ്പോൾ ഓഡിയൻസ് എങ്ങനെയുള്ളതാണ് നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ പോലും അവിടെ പ്രതികരണം നമുക്ക് ചിലപ്പോൾ മുൻകൂട്ടി വായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കഴിയുന്നതും ഒരു പോസിറ്റീവ് അപ്രോച്ച് ആയിരിക്കാം പ്രസംഗത്തിലുടനീളം നല്ലത്. നെഗറ്റീവായ കാര്യങ്ങൾ നമുക്ക് പോസിറ്റീവായിട്ട് പറഞ്ഞ് പഠിപ്പിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കൺക്ലൂഷനിൽ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ, അത് പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും വരുന്നില്ല, ഒരു പൊതുവായിട്ടല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ അവിടെ കൺക്ലൂഷനിൽ പൊതുവായിട്ട് തന്നെ പറയുന്നതായിരിക്കും നല്ലത്. അവിടെ നെഗറ്റീവ് പോസിറ്റീവ് ഒന്നും ഇല്ല, ഒരു ആശയമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, താങ്ക് യു. നമസ്കാരം ഫാദർ. ഇപ്പൊ ഇല്ലേ, നമ്മളിപ്പോ മലയാള പ്രസംഗ മത്സരത്തിന് നമ്മൾ പോവാണ്. അപ്പൊ നമുക്ക് അവിടുന്ന് സ്പോട്ടിലായിരിക്കുമല്ലോ നമുക്ക് ആ ഒരു വിഷയത്തിനെ പറ്റി നമുക്ക് തരുന്നത്. അപ്പൊ അങ്ങനെ 5 മിനിറ്റ് ഡ്യൂറേഷൻ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ആ വിഷയം, ഇപ്പൊ മലയാളം പ്രസംഗ മത്സരം ആണെങ്കിൽ നമുക്ക് ആ തന്നേക്കണ കണ്ടന്റിനെ പറ്റി ഇപ്പൊ കൂടുതൽ മലയാള പദങ്ങള് ഭയങ്കര ഡീപ്പായിട്ട് ഉപയോഗിച്ച് നമുക്ക് ആ വിഷയം എന്താണെന്ന് മനസ്സിലാക്കിയില്ല. പക്ഷെ നമുക്ക് പ്രസംഗം അടുത്ത ആള് നമ്മളാണ്, അപ്പൊ നമുക്കത് 5 മിനിറ്റിനുള്ളിൽ നമുക്കത് പറയാൻ വേണം. അപ്പൊ ഇങ്ങനെ ആ വിഷയത്തോട് ചേർന്ന് നിന്ന് അറിയില്ലെങ്കിൽ പോലും ആ ഒരു സ്റ്റേജിന് അല്ലെങ്കിൽ ആ ഒരു ജഡ്ജസിന് അഭിമുഖീകരിക്കാനുള്ള ഒരു ടെക്നിക്ക് എന്താണ്? നമുക്ക് ഈ എക്സ്റ്റംപറ സ്പീച്ചിനെ കുറിച്ചാണ് പറഞ്ഞത്. കാരണം മത്സരത്തിലൊക്കെ പോകുമ്പോൾ 5 മിനിറ്റ് മുമ്പായിരിക്കും പ്രസംഗത്തുള്ള വിഷയം തരുന്നത്. അപ്പൊ 5 മിനിറ്റോടെ നമ്മൾ ഒരുങ്ങണം. 5 മിനിറ്റ് ഒരുങ്ങാൻ വേണ്ടി ഒരുപക്ഷെ നമുക്ക് പിന്നെ അത്രയും സാവകാശം കിട്ടിയെന്ന് വരത്തില്ല. ഒരു വിഷയം ഗഗനമായ ഒരു വിഷയമാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ വിഷയത്തിന്റെ എല്ലാം മേഖലകളെയും സ്പർശിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർക്കേണ്ടത്, നമ്മൾ പ്രസംഗത്തിന് പോകുമ്പോൾ തന്നെ പൊതുവായ ചില ആശയങ്ങൾ മനസ്സിൽ കണ്ടിട്ട് പോകണം. ഈ സാധാരണ വരാൻ സാധ്യതയുള്ള ചില, ഇപ്പം സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിശ്ചയമായിട്ട് ഓർത്തു പോകണം. അതല്ലെങ്കിൽ പിന്നെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ നമുക്ക് ഒരു പൊതുവായിട്ടുള്ള ചില 5-6 വിഷയങ്ങൾ പ്രസംഗ മത്സരത്തിന് പോകുന്നതിന് മുമ്പ് മനസ്സിൽ ഒരുങ്ങി പോകണം. അപ്പൊ അവിടെ വരുമ്പോൾ നമ്മൾ എന്തുമാത്രം കോൺഫിഡന്റോടെ പറയുന്നു, അതാണ് ഒന്നാമത് നോക്കുന്നത്. ജഡ്ജസ് നോക്കുന്നത് നമ്മുടെ കോൺഫിഡൻസ് ആണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആധികാരികമായിട്ട് കോൺഫിഡന്റ് ആയിട്ട് പറയുന്നുണ്ടോ നോക്കും. രണ്ടാമതാണ് അവര് അതിന്റെ കണ്ടന്റിലേക്ക് പോകുന്നത്. ആദ്യം നമ്മൾ എങ്ങനെ പറയുന്നു എന്നുള്ളത് നമ്മുടെ കോൺഫിഡൻസും നമ്മളെ അവതരണ ശൈലിയുമാണ് നോക്കുന്നത്. എന്നിട്ടാണ് അതിന്റെ കണ്ടന്റിലേക്ക് പോകുന്നത്. അപ്പം ഈ അവതരണ ശൈലി സ്വന്തമാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ട്രെയിനിങ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളിപ്പം ഏതൊരു പ്രസംഗത്തിനും ഇങ്ങനെ ഒരുക്കം നടത്തി കഴിഞ്ഞാൽ ഈ എക്സ്റ്റംപറ പ്രസംഗത്തിന് മത്സരത്തിന് പോകുമ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഒരു സ്റ്റൈൽ നിങ്ങൾക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. ആ സ്റ്റൈലിലൂടെ കാര്യം പറയാൻ പറ്റും. കാര്യം ഒരുപക്ഷെ അത്രയും ആശയം ഇല്ലെങ്കിൽ തന്നെയും പറയുന്ന ശൈലികൾ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് നേടാൻ കഴിയും. അതുകൊണ്ട് അതാണ് കല എന്ന് പറയുന്നത്. പ്രസംഗത്തിന്റെ കല നിങ്ങൾക്ക് ഉണ്ടെന്നാണ് അവർ നോക്കുന്നത്. എന്തുമാത്രം ഈ കല നിങ്ങൾക്ക് വശപഥമായിട്ടുണ്ട്, ആ കലയിൽ നിങ്ങൾക്ക് പ്രാവീണ്യമുണ്ട്, അതാണ് പ്രസംഗത്തിന്റെ സമയത്ത് ഈ മാർക്കിടുന്ന ആളുകൾ നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കണ്ടന്റ് രണ്ടാമതാണ് വരുന്നത്. ആദ്യം നിങ്ങളുടെ പ്രസംഗത്തിന്റെ ശൈലി, പ്രസംഗത്തിന് നിങ്ങൾ കാണിക്കുന്ന കോൺഫിഡൻസ്, നിങ്ങളുടെ പ്രസംഗത്തിന് നിങ്ങൾ കാണിക്കുന്ന നിങ്ങളുടെ അംഗവിന്യാസങ്ങൾ, അതൊക്കെയാണ് നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് സ്വന്തമായി കഴിഞ്ഞാൽ ആശയത്തില് ദാരിദ്ര്യം ഉണ്ടായിരുന്നാലും നല്ല എ ഗ്രേഡ് കിട്ടുന്നതിന് സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫാദർ, ഞാൻ ചോദിക്കാൻ പോണത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രസംഗത്തിന്റെ കണ്ടന്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പൊ അത് നമ്മൾക്ക് പറയാനും പറ്റുന്നു എങ്കിൽ, ഞാനിപ്പോൾ എന്നെ വിളിച്ചിരിക്കുന്നത് ഒരു പ്രാസംഗികനായിട്ടല്ല, എന്നെ ഒരു സ്വാഗത പ്രസംഗകനായിട്ട് വിളിച്ചാൽ ആ സിറ്റുവേഷനിൽ എനിക്ക് അവിടെ നടക്കുന്ന ആ സംഭവവുമായി ബന്ധപ്പെടുത്തി ഒരു 3-4-5 വാക്കുകൾ എൻ്റെ സ്വാഗതം പറയുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു 5-6 വാക്കുകൾ ആദ്യം പറയുന്നതാണോ ഉചിതം, അതിനുശേഷം പറയുന്നതാണോ ഉചിതം എന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരുന്നു.
പ്രാസംഗികർ എന്നുള്ളത് തെറ്റാണ് കേട്ടോ. നമ്മൾ പ്രസംഗകർ എന്ന് തന്നെ പറയണം. പ്രാസംഗികർ എന്നാൽ അധികം പ്രസംഗം എന്നാണ് എൻ്റെ മലയാളം. ചിലപ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്നത് പ്രാസംഗികർ എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രയോഗം നല്ല എന്നുള്ളതാണ് പത്മന രാമേന്ദ്രൻ സാർ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും പ്രസംഗകർ എന്നുള്ളതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. സ്വാഗത പ്രസംഗം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് ആദ്യം തന്നെ പറയുന്നത് നന്നായിരിക്കും. നമ്മൾ ചിലപ്പോൾ കാരണം ഒരു MC നമ്മളെ വിളിക്കുന്നു സ്വാഗത പ്രസംഗത്തിന് വേണ്ടി. MC ഉണ്ടെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറയണമെന്നില്ല. കാരണം MC ഓൾറെഡി ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് പിന്നെ ആ യോഗത്തെക്കുറിച്ച് അതിന്റെ പ്രത്യേകതയെക്കുറിച്ച് പറയണ നിർബന്ധമില്ല. MC ഇല്ലെങ്കിൽ ഈ സ്വാഗതം പറയുന്ന ആള് പിന്നെ ആ ഒരു യോഗത്തിന്റെ സന്ദർഭത്തെക്കുറിച്ചും അതിന്റെ സാഹചര്യത്തെക്കുറിച്ചും ലളിതമായ വാക്കുകളിൽ അധികം നീട്ടാതെ പറയുന്നത് കുഴപ്പമില്ല. പക്ഷെ MC ഉണ്ട്, MC ആയിരിക്കും കൂടുതൽ ഇൻഡ്യൂഷൻ നടത്തി കഴിഞ്ഞെങ്കിൽ വീണ്ടും നിങ്ങളെ സ്വാതന്ത്ര്യം വിളിക്കുമ്പോൾ വീണ്ടും ആ സന്ദർഭങ്ങൾ കൊണ്ടുവരണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ നേരിട്ട് ഈ ആ യോഗത്തിൽ പങ്കെടുക്കുന്നവർക്ക് സ്വാഗതം പറയുന്ന പ്രക്രിയയ്ക്ക് നടന്നാൽ മതിയാകും. അത് നോക്കുക ആ യോഗത്തിന്റെ സ്വഭാവം എന്താണ്. MC ഉണ്ട്, MC അത് വിഷയമായിട്ട് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പിന്നെ വീണ്ടും അതിലേക്ക് പോകണമെന്നില്ല. പിന്നെ ഒരു സെൻസ് പറഞ്ഞ് അതിലേക്ക് തുടങ്ങുന്നതിന് കുഴപ്പമില്ല. പറയണമെങ്കിൽ ആദ്യം തന്നെ പറയണം, അവസാനം പറയണത് ഭംഗിയല്ല. ഓക്കെ, താങ്ക് യു ഫാദർ. നമ്മളൊരു ബൈബിൾ പോലുള്ള ഒരു മത്സരങ്ങൾക്ക് പോകുമ്പോൾ ആ തുടക്കം തന്നെ ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ എന്നുള്ള അഭിസംബോധനയാണോ, മാന്യ സദസ്സിന് വന്ദനം ഏതായിരിക്കും ഉചിതം? നമുക്ക് ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് തുടങ്ങാമോ? അത് നല്ല ഒരു രീതിയാണോ? അത് വേരിയസ് കേട്ടോ. ഒരു കരിസ്മാറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് ഇരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അയാൾക്ക് അത് ഇഷ്ടപ്പെടും. അതുമായിട്ട് ബന്ധപ്പെടാത്ത ഒരാളാണെങ്കിൽ അത് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ബൈബിളുമായിട്ട് നമ്മുടെ സഭയുമായിട്ട് ബന്ധപ്പെട്ട യോഗങ്ങളിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിട്ട് എന്ന് പറയുന്നത് പിന്നെ പ്രധാനമായിട്ടും യോഗത്തിന്റെ ഒരു അഭിസംബോധന രീതിയല്ല പാസ്റ്റർ. അത് പരസ്പരം ഗ്രീറ്റ് ചെയ്യുന്ന രീതിയാണ്. അഭിസംബോധന ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരമൊന്നും അങ്ങനെ എല്ലാം പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. പിന്നെ ചിലര് ഈ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഈശോ മിശിഹായെ സ്തുതിയായിട്ട് എല്ലാവരും മറുപടി പറയുമ്പോൾ അല്പം കൂടെ സജീവം. കാരണം യോഗത്തിന് വന്ന് നമ്മൾ ഈശോ മിശിഹായെ സ്തുതിക്കുമ്പോൾ നമ്മൾ മറുപടി പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അവിടെ യോഗത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ഒരു മറുപടി ഈ പ്രസംഗിക്കുന്ന ആൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. മറിച്ച് ക്ലാസ്സുകളിലൊക്കെ ആകുമ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ അഭിസംബോധന ചെയ്യുക, അവരെ കൊണ്ട് മറുപടി പറയുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് തുടങ്ങുന്നത് നല്ലതാണ്. കാരണം ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണ്, അതുപോലെ മറ്റുള്ളവരെ എനിക്ക് റെസ്പോണ്ട് ചെയ്യണമെന്നാണ്. പക്ഷെ ഒരു യോഗത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ അങ്ങനെ ഒരു സാധ്യത കുറവാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പൊതുവായ ഒരു അഭിസംബോധന ആയിരിക്കും നല്ലത്. അങ്ങനെ ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നതിനേക്കാൾ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, റൈറ്റ്. ബാക്കിയൊന്നുമില്ലെങ്കിൽ നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം. ഇന്നത്തെ പബ്ലിക് സ്പീക്കിംഗ് സെഷനിൽ ഫാദർ ഗ്രിഗറി അച്ഛൻ ഒരു നല്ല പ്രസംഗം എങ്ങനെ ക്രമമായി തയ്യാറാക്കണമെന്നും വളരെ ലളിതമായും വ്യക്തമായും നമ്മെ പഠിപ്പിച്ചു. ഒരു പ്രസംഗത്തിന്റെ സ്ട്രക്ചർ, ഐഡിയാസ് എങ്ങനെ അറേഞ്ച് ചെയ്യണം, അതിന്റെ ആമുഖവും ഘടനയും ക്ലിയർ പ്രസന്റേഷൻ എന്നിങ്ങനെ വളരെ ഉപകാരപ്രദമായ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തതിന് ഫാദർ ഗ്രിഗറി അച്ഛനോട് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ പരിപാടിയുടെ സമാപന പ്രസംഗം നടത്തുന്നതിനായി ഡോക്ടർ അനൂപിനെ സാദരം ക്ഷണിക്കുന്നു. അനൂപ്, ഡോക്ടർ അനൂപ് ഉണ്ടോ? കൺക്ലൂഡിംഗ് സ്പീച്ച്. കേൾക്കാമോ സർ? ക്ലിയർ. പ്രിയ ബഹുമാനപ്പെട്ട പ്രസംഗകരെ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രസംഗത്തിന്റെ ഘടനയും ഉള്ളടക്കവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നാം ഇന്ന് ക്ലാസ് ശ്രവിച്ചത്. ഈ ക്ലാസ് ശ്രവിച്ചവരോട് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു വാക്യം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായം 24-ാം വാക്യം. ഇവ കേട്ടവർ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. നാം ഈ ക്ലാസ്സിലൂടെ ആദ്യമായി മനസ്സിലാക്കിയത് ഒരു പ്രസംഗകൻ എന്താണ്, താൻ പ്രസംഗിക്കാൻ പോകുന്ന സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കണം, ആരാണ് എൻ്റെ പ്രസംഗം കേൾക്കുന്നത് എന്ന് മനസ്സിലാക്കണം, എന്താണ് ഞാൻ പറയേണ്ടതെന്നും മനസ്സിലാക്കണം. അപ്പോൾ വ്യക്തമായി ആശയങ്ങൾ ശേഖരിക്കുക, അതിനോടൊപ്പം എവിടെ നിന്നൊക്കെ നമുക്ക് ഈ മാറ്റർ അല്ലെങ്കിൽ ആശയങ്ങൾ കണ്ടെത്താമെന്ന് മനസ്സിലാക്കണം. നാം ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തണം, അതിനുശേഷം അവ ക്രമപ്പെടുത്തണം.
ഒരു വീട് വയ്ക്കുന്നത് പോലെ തന്നെ ശ്രമകരമായ ഒരു പദ്ധതിയാണിത്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കുക, ഒരു പ്രസംഗത്തിന് ഒരു ആമുഖം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആമുഖം അല്ലെങ്കിൽ ഒരു ആമുഖം ഉണ്ടായിരിക്കും. അതിനുശേഷം അതിനൊരു കണ്ടന്റ് അല്ലെങ്കിൽ ബോഡി, അതിന്റെ ഗാത്രം ഉണ്ടായിരിക്കും. പിന്നെ അതിനെ കൺക്ലൂഡ് ചെയ്യണം, ഒരു ക്രോഡീകരണം ഉണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കണം. ആമുഖത്തിൽ നമ്മൾ ഒരു കൃത്യമായ അടിസ്ഥാനം അല്ലെങ്കിൽ നല്ലൊരു അടിസ്ഥാനം, എന്തിനാണ് നാം പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പ്രസംഗിക്കുന്നതെന്ന് മനസ്സിലാക്കി പ്രസംഗിക്കണം. ആദ്യം തന്നെ ഒരു അഭിവാദനം ഉണ്ടായിരിക്കണം. അതിൽ ആരൊക്കെയാണ് നാം പ്രസംഗിക്കുന്നത്, ഏത് വേദിയിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു അധ്യക്ഷനുണ്ടെങ്കിൽ അധ്യക്ഷൻ, അല്ലെങ്കിൽ അനുഗ്രഹ പ്രഭാഷകർ, ഉദ്ഘാടകർ, ആശംസ പ്രസംഗകർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വ്യക്തമായി അഭിവാദനം ചെയ്യുക. പിന്നെ അവിടെ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ പ്രസംഗത്തിന്റെ അഭിസംബോധനയ്ക്ക് ശേഷം എന്താണ് കോണ്ടെക്സ്റ്റ്, സാഹചര്യം എന്താണെന്ന് വളരെ ലളിതമായി വ്യക്തമാക്കുക. അതിനുശേഷം സാരാംശം പറയുക. തുടർന്ന് നാം കടന്നു ചെല്ലുന്നത് അതിന്റെ ഗാത്രത്തിലേക്ക് അല്ലെങ്കിൽ ബോഡിയിലേക്കാണ്. അവിടെ നമ്മൾ ആ പ്രസംഗത്തിന്റെ ആമുഖത്തിൽ നാം വിശദമാക്കിയ ആ സാരാംശത്തിന്റെ വിശകലനം അല്ലെങ്കിൽ അപഗ്രഥനം കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് നാം അവിടെ ചെയ്യുന്ന പ്രധാന കാര്യം. അപ്പോൾ നമുക്കതിന് കുറച്ച് ആശയങ്ങൾ ഉണ്ടായിരിക്കും. ഒരു 3 അല്ലെങ്കിൽ 4 2 3 ആശയങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ആ ആശയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഉപ ആശയങ്ങളും ഉണ്ടായിരിക്കണം. അപ്പോ ഇതിനെക്കുറിച്ചൊക്കെ അച്ഛൻ വ്യക്തമായി പറഞ്ഞിരുന്നു. ഇനി നാം തുടർന്ന് അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിനെ പിന്താങ്ങുന്ന കാര്യങ്ങളെല്ലാം എന്തൊക്കെയാണ്? ചില സ്റ്റാറ്റിസ്റ്റിക്സുകളോ അല്ലെങ്കിൽ ചില ടെസ്റ്റിമോണീസോ അല്ലെങ്കിൽ ചില കഥകളോ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാം. പക്ഷെ ഇവയൊന്നും ബോറടിപ്പിക്കുന്നതായിരിക്കരുത്. നമ്മുടെ ആശയം, നമ്മൾ പറയുന്ന ആശയങ്ങൾ നമ്മുടെ കേൾവിക്കാരന്റെ ഹൃദയത്തിലേക്കും മനസ്സിലേക്കും ആഴത്തിൽ പതിയുന്നതായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രസംഗത്തിന്റെ ഉള്ളടക്കം ഒരിക്കലും ഓവർലാപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ കോൺട്രഡിക്റ്റ് ചെയ്യാനോ പാടില്ല. പ്രകോപനകരമായ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ സ്ഥലകാല പരിമിതികൾ മനസ്സിലാക്കണം. നമ്മൾ പ്രസംഗിക്കുന്നത് ഏത് സ്ഥലത്താണ്. നമ്മളൊരു ഗ്രാമപ്രദേശത്താണെങ്കിൽ വളരെ ലളിതവും ആയിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായ വ്യാകരണ ശുദ്ധിയോടുകൂടെയും അതുപോലെ തന്നെ ആശയ പൊരുത്തത്തോടു കൂടെയൊക്കെ സംസാരിക്കണം. ഇനി നാം ഒരു സിറ്റിയിലൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മുടെ ഭാഷ കുറച്ചുകൂടെ കഠിനപ്പെടുത്താം. അവരുടെ ആ സാഹചര്യങ്ങളെ മനസ്സിലാക്കി കാഠിന്യമുള്ള ഭാഷ ഉപയോഗിച്ചാലും അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നവരാണെങ്കിൽ ഉപയോഗിക്കുക. പക്ഷേ കാഠിന്യ ഭാഷ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രസംഗം മനോഹരമാകുന്നു എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. പിന്നെ നമ്മൾ ലളിതമായ കാര്യങ്ങൾ വീണ്ടും വീണ്ടും വേണമെങ്കിൽ ആവർത്തിച്ച് പറയാം. കൃത്യമായ ബോധ്യം ഉണ്ടായിരിക്കണം നമ്മൾ എന്താണ് പറയുന്നതെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രസംഗം എഴുതി തയ്യാറായിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിർത്തി വ്യക്തമായി പറയണം. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നാം പറയുന്നത്, അല്ലാതെ ഞാൻ തന്നെയാണ് കേൾക്കുന്നത് എന്നുള്ള ബോധ്യത്തോടെയല്ല. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പറയുന്നത്, അവർക്ക് ഇതിൽ നിന്ന് ആശയങ്ങൾ ലഭ്യമാകണം എന്നുള്ള രീതിയിൽ പറയണം. പിന്നെ നാം പ്രസംഗിച്ച് കഴിയുമ്പോൾ മറ്റുള്ളവർ എന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നമ്മൾ പ്രസംഗത്തെക്കുറിച്ച് തയ്യാറാകുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടായിരിക്കണം. ഇനി ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഗാത്രം അല്ലെങ്കിൽ ബോഡിയിൽ ഉൾക്കൊള്ളുന്നത്. ഇനി ക്രോഡീകരണം അല്ലെങ്കിൽ അവസാനത്തെ കൺക്ലൂഡിംഗ് സെക്ഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബോഡിയിൽ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിക്കുന്ന അവയുടെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കബിലിറ്റി അല്ലെങ്കിൽ അതിൽ നമ്മൾ എന്താണ് ഉണ്ടാകേണ്ടത് അവസാനം, ഇതിനെക്കുറിച്ച് നമ്മൾ പറയണം. അപ്പൊ നമ്മളിവിടെ പ്രധാനമായിട്ടും നമ്മുടെ ഒരു ടോൺ വ്യത്യാസപ്പെടണം. ശബ്ദം നമ്മളിപ്പോ നല്ല ഗാംഭീര്യത്തോടെ പറഞ്ഞു വന്നു, നമ്മുടെ പ്രസംഗം അവസാന ഭാഗത്തേക്ക് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ ശബ്ദം വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആശയങ്ങളെ, നമ്മൾ പറഞ്ഞ ആശയങ്ങളുടെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കബിലിറ്റി ഒക്കെ പറഞ്ഞുകൊണ്ട് അത് ഞാൻ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതാണെന്നൊരു ബോധ്യം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ആ ആശയം അല്ലെങ്കിൽ നമ്മൾ ആ ലാസ്റ്റ് നമ്മുടെ കൺക്ലൂഡിങ്ങിലേക്ക് എത്തുമ്പോഴത്തേക്കും ആ ആശയം കേൾവിക്കാർക്കും അവരുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കാൻ കഴിയും എന്നൊരു തോന്നൽ ഉണ്ടാകണം. അത് ജനിക്കപ്പെട്ടാൽ നമ്മുടെ പ്രസംഗം വിജയിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്തരത്തില് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയേണ്ടത്. പിന്നെ പലപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പോസിറ്റീവായി തന്നെ അവതരിപ്പിക്കണം. കാരണം നെഗറ്റീവായ ഒരു കാര്യം അവതരിപ്പിച്ച് നമുക്കൊരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാകരുത് എന്നൊരു കാര്യം കൂടെ പറയുന്നു. പിന്നെ ക്രോഡീകരണം, നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രസംഗം ബോറടിപ്പിക്കാൻ പാടില്ല. അപ്പോ ഇവിടെയും അച്ഛൻ പറഞ്ഞ നമ്മുടെ തോമസ് അക്വിനാസിന്റെ വാക്കുകൾ തന്നെ വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാത്തിനും ഒരു യുക്തിപരമായ ഘടന ആവശ്യമാണ്. അപ്പോൾ
യുക്തിപരമായ ഘടന മനസ്സിലാക്കി നമ്മുടെ ദൈവം തന്ന ബുദ്ധിയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ യുക്തിപരമായ ഒരു ഘടനയിലൂടെ ആയിരിക്കണം നമ്മുടെ പ്രസംഗത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഒറ്റവാക്കിൽ സംഗ്രഹിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഘടനയും സംവിധാനവും ഒക്കെ നമുക്ക് പ്രസംഗത്തിനുണ്ടാകണം. ഒരു വീട് പണിയുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്യാൻ പോകുമ്പോഴും നമ്മളൊരു കൃത്യമായ ഘടനയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ പ്രസംഗത്തിനും ഒരു ആമുഖവും ഒരു ഗാത്രം അല്ലെങ്കിൽ ബോഡിയും അതോടൊപ്പം ഒരു ക്രോഡീകരണവും കൺക്ലൂഡിങ് സെക്ഷനും ഉണ്ടായിരിക്കണം. എങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴും ഒരു പ്രസംഗം എഴുതി തയ്യാറായി തന്നെ മുന്നോട്ട് പോവുക. തുടക്കത്തിൽ നമ്മൾ എഴുതി തയ്യാറായി പോകുമ്പോൾ പിന്നെ മുന്നോട്ട് പോകുന്തോറും നമ്മുടെ പ്രസംഗത്തെ മറ്റുള്ളവർ ആസ്വദിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിൽ മുന്നോട്ട് പോയി അവസാനം നമുക്ക് നല്ല വിശ്വാസത്തോടെ നമുക്ക് എന്താണ് ഏത് വേദിയെയും എന്ത് ചെയ്യാൻ പറ്റും, കയ്യിൽ എടുക്കാൻ പറ്റുന്ന തരത്തിൽ നല്ല പ്രസംഗകരായി തീരാൻ സാധിക്കും എന്ന് എന്ന് നമുക്ക് തന്നെ ഒരു ബോധ്യത്തിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ നാം എല്ലാവരും, നിങ്ങൾ എല്ലാവരും, ഞാൻ ഉൾപ്പെടുന്ന ഈ സമൂഹം ഒരു നല്ല പ്രസംഗകരെ ഉൾക്കൊള്ളുന്ന സമൂഹമാണ്, നമ്മുടെ ലത്തീൻ സഭയുടെ മുതൽക്കൂട്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു സർ. എല്ലാവിധ സാഹചര്യങ്ങളും നന്ദി പറയുവിൻ എന്ന് 1 തെസ്സലോനിക്കർ 5:18 പറയുന്നത് പോലെ ഇന്നത്തെ ഈ മനോഹരമായ പരിപാടി സമാപനത്തിലേക്ക് എത്തുമ്പോൾ നന്ദി പ്രകടനം നടത്തുന്നതിനായി മിസ്റ്റർ പോൺഷ്യാനോസ് വാലറിനെ സാദരം ക്ഷണിക്കുന്നു. ഒറ്റ മിനിറ്റ് അച്ഛാ, അസൈൻമെന്റ് ഈ ആഴ്ചത്തെ അസൈൻമെന്റ് ഒന്ന് പറയാമോ അച്ഛാ? നമുക്ക് ഞാനത് പറയാൻ വിട്ടതാണ്. നമുക്ക് രണ്ടാമത്തെ സ്പീച്ചാണ്. ആദ്യത്തെ സ്പീച്ച് ആരാണ് ഞാൻ എന്നതിനെ കുറിച്ചതായിരുന്നല്ലോ. രണ്ടാമത്തെ സ്പീച്ച് നമ്മൾ ഓർക്കുക, സ്പീച്ചിന് 3 മിനിറ്റ് മിനിമം, മാക്സിമം 5 മിനിറ്റ് ആണ് ഒരു പ്രസംഗം എന്ന് പറയുന്നത്. അപ്പൊ അത്രയും സമയം ചെയ്യാൻ വേണ്ടി നേരത്തെ ഒരുങ്ങി ആ പ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുക. ഈ ആഴ്ചത്തെ ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നത് 2 വിഷയങ്ങൾ ഉണ്ടെന്ന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഒന്ന്, അവധിക്കാലത്തിന്റെ അർത്ഥവും പ്രസക്തിയും. ഇപ്പൊ ഒരു അവധിക്കാലമാണ് നമ്മൾ. അപ്പൊ അതിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവധിക്കാലം ആവശ്യമാണോ, അതിന്റെ പ്രസക്തി എന്താണ്, അവധിക്കാലത്തിലൂടെ ഉണ്ടാകുന്ന നന്മകൾ എന്താണ്, അപ്പം അതുകൊണ്ട് അവധി നല്ല രീതിയിൽ എങ്ങനെ ചെലവഴിക്കാം, ഇതാണ് ഒന്നാമത്തെ വിഷയം. അത് ഇഷ്ടപ്പെടാത്തവർക്ക് യേശു ക്രിസ്തു എനിക്ക് ആരാണെന്നുള്ള ഒരു ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ചുള്ള ഒരു വിഷയം എടുക്കാം. യേശു എനിക്ക് ആരാണ്, ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിൽ ക്രിസ്തു എനിക്ക് ദൈവമാണെന്നുള്ള ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് ക്രിസ്തു എങ്ങനെ എനിക്ക് ദൈവമായിട്ട് മാറുന്നതിനെ കുറിച്ചുള്ള ഒരു വിഷയം. ഇത് രണ്ടെടുത്താലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒന്നായിരുന്നാലും മതി. അപ്പോൾ ഒരെണ്ണമെങ്കിലും നിങ്ങൾ മിനിമം ഈ ഉടനെ തന്നെ ക്രമപ്പെടുത്തി ആശയപ്പെടുത്തി പ്രസംഗ രൂപത്തിൽ ഇടാൻ വേണ്ടി പരിശ്രമിക്കുക. കഴിഞ്ഞ പ്രാവശ്യം അധികം പേരും വീഡിയോ ഇട്ടെന്നാ പറഞ്ഞത്. അതുപോലെ വീഡിയോയിലേക്ക് വരിക. നിങ്ങൾ തീരെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ഓഡിയോ ആയിട്ട് ഇടുക. അല്ലെങ്കിൽ കഴിയുന്നതും വീഡിയോ ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് അത് പഠിച്ച് ചെയ്യുന്നതായിരിക്കും അല്പമാണ് നല്ലത്. പിന്നെ തീരെ ബുദ്ധിമുട്ടാണെങ്കിൽ ഓഡിയോ ആയിട്ട് ചെയ്യുക. ഒന്നാമത്തെ വിഷയം വേനൽക്കാലത്തിന്റെ അർത്ഥവും പ്രസക്തിയും. രണ്ടാമത്തെ വിഷയം യേശു ക്രിസ്തു എനിക്ക് ആരാണ്. ഈ 2 വിഷയങ്ങൾ അധികരിച്ച് പ്രസംഗം തയ്യാറാക്കി ഇടുക. താങ്ക് യു. സ്തുതിയായിരിക്കട്ടെ. ഈ പരിശീലനം ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയുള്ള എല്ലാ വേദികളിലും ഇന്ന് ഞങ്ങൾ പഠിച്ച ഈ കാര്യങ്ങൾ പ്രായോഗികമാക്കുമെന്നുള്ള ഉറപ്പോടുകൂടി KRLCBC വിദ്യാഭ്യാസ സമിതി ചെയർമാൻ കാട്ടിപ്പറമ്പിൽ പിതാവ്, സെക്രട്ടറി ഫാദർ അഭിലാഷ് ഗിർഗരി, ഇന്ന് ക്ലാസ് നയിച്ച ഗ്രിഗരി ആൽബിനച്ചൻ, അസോസിയേറ്റ് സെക്രട്ടറി ജെയ്സൺ ആദംപറമ്പിൽ, പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് ഡയറക്ടർ ജൂലിയൻ ജെയിംസ്, പിന്നെ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ. സെറമണി MC ആയിട്ട് ഇന്ന് അവതരിച്ച ജൂലിയൻ സ്റ്റാൻലിക്ക് എൻ്റെ സ്നേഹപൂർവ്വമുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നയിച്ച ഗ്രിഗരി അച്ഛന് ഒരുപാട് സമയം ചെലവഴിച്ച് നമുക്ക് വേണ്ടി, അതായത് KRLCBCക്ക് വേണ്ടിയിട്ട്, നമ്മളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇത്രയും ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മളെ ഈ പ്രസംഗ പരിശീലനം അല്ലെങ്കിൽ നമ്മളെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രിഗരി അച്ഛന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ആശംസിക്കുന്നു. ഇന്നത്തെ പരിപാടിയുടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ അലീഷ ടി ഫ്രാൻസിസ്, നമുക്ക് പ്രത്യേകം ഇതിനുവേണ്ടി സമയം കണ്ടെത്തി എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത എല്ലാ കോർഡിനേറ്റേഴ്സ് എല്ലാവർക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. പിന്നെ ഇന്ന് എന്നോട് നന്ദി പറയണം എന്നുള്ള ഒരു ആശയവുമായി ഈ ക്ലാസ്
എനിക്ക് ഇന്നത്തെയും നന്ദി പറയാനായിട്ട് എനിക്ക് അവസരം ഒരുക്കി തന്ന മെറ്റിൽഡ മാർട്ടിൻ മാഡത്തിനും ഡോക്ടർ അനൂപ് സാറിനും ഞാൻ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ബോഡി ലാംഗ്വേജ് എങ്ങനെ വേണം, ശബ്ദം എങ്ങനെ കൺട്രോൾ ചെയ്യണം, ഒരു വിഷയം എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ എല്ലാ ദിവസവും മോർണിംഗ് വെർഷനിലൂടെ ഡയറക്ടർ ജൂലിയൻ സാറിന്റെ ക്ലാസ്, അതായത് ടിപ്സിലൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സാറിന് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറഞ്ഞുകൊള്ളു. നമുക്ക് സംസാരിക്കാൻ പേടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ നന്ദി പ്രകടനം ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഉച്ച സമയത്താണ് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിന് നന്ദി പറയണമെന്ന്. പക്ഷെ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന ദൈവത്തിനും ഞാൻ പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിൽ ഇന്ന് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു സർ. ഈ അനുഗ്രഹീതമായ സംഗമം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് സമാപന പ്രാർത്ഥനയ്ക്കായി മിസ്റ്റർ KA സലാസിനെ ക്ഷണിക്കുന്നു. അനന്തകാരുണ്യവാനായ ദൈവമേ, ഈ ക്ലാസ് നയിക്കുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിത്തുപോലെ വീണിരിക്കുന്നു. അവ വളർന്ന് ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുവാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ ക്ലാസ് നയിച്ച ഗ്രിഗറി അച്ഛനെയും ഞങ്ങൾക്കായി ഈ വേദി ഒരുക്കിയ ഡയറക്ടേഴ്സ്, ആനിമേറ്റേഴ്സ് ആൻഡ് കോർഡിനേറ്റേഴ്സ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പഠിതാക്കളെ എല്ലാവരെയും അങ്ങയുടെ അനുഗ്രഹ സമൃദ്ധിയാൽ വളർത്തണമേ. നിന്റെ സമാധാനം ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. ഓക്കെ ജോലി സാറേ, നമുക്ക് സമാപിപ്പിക്കാം. താങ്ക് യു. അച്ഛാ ഒന്ന് ബ്ലസ് ചെയ്തോളൂ. നമുക്ക് കർത്താവിന്റെ നന്ദി പറഞ്ഞുകൊണ്ട് ആശ്വാസീകരിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടുകൂടെ. സർവശക്തനും നിത്യനുമായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു. Thank you, Father. Thank you, sir.